സോ ഹലോ എവരിവൺ, വെൽക്കം ടു റൈൽസ് അക്കാഡമി. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയിൽ തന്നെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ളത്. ഓക്കെ, നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ വളരെ ഡീറ്റെയിൽഡ് പഠിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ളത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയില് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പോയിന്റ്സുകളും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എൻ്റെ വീഡിയോയുടെ ഒരു 6 സ്ട്രക്ചർ, നമ്മൾ 6 സെറ്റ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ 6 സെക്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ആദ്യം എന്താണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, അതുമായി ബന്ധപ്പെട്ടുള്ള അതിന് ഇൻട്രൊഡക്ഷൻ, അതിന്റെ ഡെഫിനിഷൻ ആസ്പെക്ട്സ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. അതിനുശേഷം എന്താണ് പ്രിനാറ്റൽ സ്റ്റേജ്, ആ ഒരു സ്റ്റേജിൽ നടക്കുന്ന ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇൻഫാൻസി, ഏർലി ചൈൽഡ്ഹുഡ്, മിഡിൽ ആൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ്, അഡോളസൻസ്. ഓക്കെ, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് സ്റ്റേജസുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഓരോ സ്റ്റേജസും എന്താണ്, അതിന്റെ സ്പെസിഫിക് ഏജ് ഗ്രൂപ്പ് എത്രത്തോളമാണ്, അതുപോലെ തന്നെ ആ ഒരു സ്പെസിഫിക് സ്റ്റേജിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ അഡീഷണലി 2 കാര്യങ്ങൾ കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കാനുണ്ട്. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ടീച്ചിങ് എക്സാംസുമായി ബന്ധപ്പെട്ടുള്ള കേട്ടറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സുകൾ, MCQ, PYQ ഡിസ്കഷൻസ്, ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറെയും ഒരുപാട് ടോപ്പിക്സുകൾ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും വേണ്ടിയിട്ട് അതിന്റെ ലിങ്കും ആ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ എനിവേ വി ക്യാൻ സ്റ്റാർട്ട് ദ സെഷൻ. ഫൈൻ. ഇതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും ഏത് കാര്യം തുടങ്ങുമ്പോഴും അതിന്റെ എക്സ്പ്ലനേഷൻ വെച്ച് തുടങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം നിങ്ങൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്ന് എന്ത് ചെയ്യണം, ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ഡിഫറെന്റ് സ്റ്റേജസ് പഠിക്കുന്നതിന് മുന്നേ എന്താണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ക്ലിയർ ആയിരിക്കണം എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ഇവിടെ എന്താണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആർ ദ ഡിഫറെന്റ് ഫേസ് ഓഫ് ഹ്യൂമൻ ലൈഫിൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഡിഫറെന്റ് ഫേസുകളെ വിളിക്കുന്ന പേരാണെന്ത്, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, അല്ലെ. ഇൻ ഈച്ച് ഫേസ് പീപ്പിൾ എക്സ്പീരിയൻസ് സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഗ്രോത്ത്, ലേൺ ന്യൂ സ്കിൽസ് ആൻഡ് ഫേസ് ന്യൂ റെസ്പോൺസിബിലിറ്റീസ് ബിഫോർ മൂവിങ് ടു ദി നെക്സ്റ്റ് സ്റ്റേജ്, അല്ലെ. ഇതെന്താണ്, ഒരു ലാഡർ പോലെയാണ്, അല്ലെ. ഈ ഓരോ ലാഡറും മനുഷ്യൻ എന്ത് ചെയ്യണം, കടന്ന് പോകേണ്ടതുണ്ട്. ഇതിൽ നിന്ന് ഓരോ ലേഡറിൽ നിന്ന് നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നു, അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നു. ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലോട്ടേയും കടന്നു പോകുന്ന സമയത്ത് മനുഷ്യൻ എന്താണ്, പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ അവർക്ക് കിട്ടുകയാണ്, അല്ലെ. പിന്നെ അതുപോലെ തന്നെ പുതിയ തരത്തിലുള്ള ഗ്രോത്ത് അവർക്ക് ഉണ്ടാവുകയാണ്, പുതിയ തരത്തിലുള്ള സ്കില്ലുകൾ അവർ ഡെവലപ്പ് ചെയ്യാണ്, പുതിയ തരത്തിലുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവരുടെ ലൈഫിൽ എന്താണ്, ഈ ഓരോ സ്റ്റേജിലും അവരിലോട്ട് വരികയാണ്. ഓക്കെ, അങ്ങനെ ഒരു മനുഷ്യന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആ മനുഷ്യനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരുപാട് ഡെവലപ്മെന്റുകൾ, അത് എല്ലാ ആസ്പെക്റ്റിലും. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അതായിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോസിലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസിക്സ് ഓഫ് ബേസിക്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫൗണ്ടേഷണൽ കോർ എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. ഫൈൻ. അപ്പൊ നമുക്ക് എന്താണ് പ്രീനാറ്റൽ സ്റ്റേജ് എന്താ നമുക്ക് നോക്കാം. ആ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ സ്റ്റെപ്പ് 1 ആണ് ഈ പറയുന്ന പ്രീനാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രീനാറ്റൽ സ്റ്റേജ് ഈസ് ദി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, അല്ലെ. ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഇറ്റ് ബിഗിൻസ് അറ്റ് കോൺസെപ്ഷൻ. കോൺസെപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഓർമ്മിച്ചു വെക്കണേ, വിച്ച് ഈസ് വെൻ ദി സ്പേം ആൻഡ് എഗ് യുണൈറ്റഡ് ടു ഫോം എ സൈഗോട്ട്, അല്ലെ. അതായത് ഈ പുരുഷന്റെ സ്പേമും അതുപോലെ തന്നെ പിന്നെ ഈ സ്ത്രീയുടെ നമ്മുടെ ഈ പിന്നെ വിമൻസിന്റെ എഗ്ഗും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് എന്താണ് സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടൊരു പ്രക്രിയ അവിടെ സംഭവിക്കുകയാണ്, റൈറ്റ്. ഇവിടെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന കോൺസെപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഒരു മനുഷ്യന്റെ ഒരു ജീവന്റെ തുടിപ്പ് ബിഗിൻ ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ്, സൈഗോട്ടിലൂടെയാണ്, റൈറ്റ്. ആൻഡ് എൻഡ്സ് വിത്ത് ദി ബർത്ത് ഓഫ് ദി ബേബി. അതായത് സൈഗോട്ടിൽ നിന്ന് തുടങ്ങി അത് എംബ്രിയോയിൽ പോയി, എംബ്രിയോയിൽ നിന്ന് പിന്നെ അത് ഫിറ്റസിലോട്ട് പോയി, അതിനുശേഷം എന്താണ് ഒരു ബേബി ആയിട്ട് എന്ത് ചെയ്തു, അത് ഡെവലപ്പ് ചെയ്തു. ഈ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റേജിനെ വിളിക്കുന്ന പേരാണെന്ത്, പ്രീ നാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത്
സ്പേമും എഗ്ഗും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് സൈഗോട്ടായി, ആ സൈഗോട്ടിൽ നിന്ന് പല പല പ്രോസസ്സിലൂടെ കടന്നു വന്ന അവസാനം എന്താണ്, ആ ബേബിക്ക് ജന്മം കൊടുക്കുകയാണ്, അല്ലെ, ബർത്ത് ഓഫ് ദ ബേബിയിലേക്ക് പോവാണ്. ഈ സ്റ്റേജസിനെ വിളിക്കുന്ന പേരാണെന്ത്, പ്രീ നാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് സ്റ്റേജ്, വൺ സെക്കൻഡ്, യാ, this stage usually lasts for about 40 weeks or approximately 9 months, അല്ലെ. അതായത് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഏകദേശം ഒരു 9 മാസം അല്ലെങ്കിൽ ഒരു 40 വീക്സ് എന്നുള്ള ഒരു കാലയളവിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ ഡേയ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു 280 ഡേയ്സ് അപ്രോക്സ്. ഓക്കെ, ഈ ഒരു ലെവലിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡെവലപ്മെന്റ് കൃത്യമായിട്ട് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രീനാറ്റൽ സ്റ്റേജിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ ഒരു സ്റ്റേജസ് നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ കൂടെ തന്നെ അതിന്റെ ഒരു കാലയളവ്, ഓക്കെ, 40 വീക്സ് അല്ലെങ്കിൽ 9 മന്ത്സ് അല്ലെങ്കിൽ 280 ഡേയ്സ് അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, ഇതാണ് എന്ത്, പ്രീനാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പിക്ചർ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഫൈൻ. ദ ബേബീസ് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ദ പ്രീനാറ്റൽ സ്റ്റേജ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബോത്ത് ജനറ്റിക് ആൻഡ് എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്. ഓക്കെ, അതായത് ഈ പ്രീനാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ബേബിയുടെ ഡെവലപ്മെന്റ് പ്രധാനമായിട്ട് 2 കാരണങ്ങൾ കൊണ്ടാണ് അതിനെ അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒന്നെന്താണ്, ജനറ്റിക്കൽ ആയിട്ടുള്ള കാര്യമുണ്ട്, പിന്നെ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ജനറ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയാലോ, ജീൻസ് പ്രൊവൈഡ് ബൈ ദി ബേസിക് ബ്ലൂ പ്രിന്റ് ഫോർ ദി ബേബീസ് ഗ്രോത്ത് ബൈ ഡിറ്റർമൈനിങ് ദി ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ഐ കളർ, ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് ഹൈറ്റ് പൊട്ടൻഷ്യൽ. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ജനറ്റിക്കലി കിട്ടുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജനറ്റിക് ഫാക്ടേഴ്സും എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സും ഈ കുട്ടിയെ പ്രീനാറ്റൽ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ജനറ്റിക് നിങ്ങൾക്ക് മനസ്സിലായി, ബ്ലഡ് ഗ്രൂപ്പ്, ഐ കളർ, അതുപോലെ തന്നെ ഹൈറ്റ് പൊട്ടൻഷ്യൽ ആണ്. ഇനി പ്രധാനപ്പെട്ട ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നതാണ് മദേഴ്സ് ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ, അല്ലെ. അതായത് ഒരു പ്രീനാറ്റൽ സ്റ്റേജിൽ കുട്ടിയെ ഒരു അമ്മ വയറിൽ കൊണ്ടു നടക്കുന്ന സമയത്ത് ആ അമ്മയുടെ ഹെൽത്തും ലൈഫ് സ്റ്റൈലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ ഫാക്ടറാണ്, ആ ഒരു കുട്ടിയെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇറ്റ് ഹാവ് എ ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ പ്രീനാറ്റൽ ഡെവലപ്മെന്റ് ബിക്കോസ് ദി അൺബോൺ ബേബി ഡിപ്പെൻഡ്സ് എൻറ്റയർലി ഓൺ ദി മദർ ഫോർ ന്യൂട്രീഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ, അല്ലെ. കാരണം ഈ കുട്ടിയുടെ ന്യൂട്രീഷനും പ്രൊട്ടക്ഷനും ആരുടെ അടിസ്ഥാനത്തിലാണ്, ആ ഒരു മദറിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ മദറിന്റെ ഹെൽത്തും ലൈഫ് സ്റ്റൈലും പ്രീനാറ്റൽ സ്റ്റേജില് ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, ഫാക്ടേഴ്സ് സച്ച് ആസ് ദി മദേഴ്സ് ഏജ്, ബാലൻസ്ഡ് ഡയറ്റ്, ഇമോഷണൽ വെൽബീയിങ് ആൻഡ് ഓവറോൾ ഹെൽത്ത് എഫക്ട് ദി ബേബി ഗ്രോത്ത്, അല്ലെ. ഒരു അമ്മയുടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഫാക്ടേഴ്സ് കൂടെ പറയുന്നത് എന്തൊക്കെയാണ്, അമ്മയുടെ വയസ്സ്, മദേഴ്സ് ഏജ്, അമ്മയുടെ ഡയറ്റ്, അതുപോലെ തന്നെ അമ്മയുടെ ഇമോഷണൽ വെൽബീയിങ്. ഓക്കെ, ഈ ഞാൻ പൊതുവെ കേൾക്കാറുണ്ട് എന്റെ വീട്ടിലൊക്കെ ഫാമിലിയിലൊക്കെ, അതായത് ഈ പ്രഗ്നൻസി ടൈമിൽ അധികം ടെൻഷൻ എടുക്കാൻ പാടില്ല. ഓക്കെ, അത് ചിലപ്പോൾ കുട്ടിയെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത. അപ്പൊ ഒരു പാരന്റിന്റെ ഇമോഷണൽ വെൽബീയിങ്, ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ പ്രീനാറ്റൽ സ്റ്റേജില് വയറിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള ഇമോഷണൽ വെൽബീയിങ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിയെ നല്ല രീതിയിൽ അത് ബാധിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഓവറോൾ ഹെൽത്ത്, ആ ഒരു അമ്മയുടെ ഓവറോൾ ഹെൽത്ത് ഈ പറയപ്പെടുന്ന രീതിയിൽ കുട്ടിയെ ബാധിക്കുന്ന ഒരു എൻവയോൺമെന്റൽ ഫാക്ടർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ മദർ ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. പിന്നെ വരുന്ന വേറൊരു ഫാക്ടർ ആണ് ടെറാട്ടോഗൻസ്. എന്താ നമുക്ക് നോക്കാം. ടെറാട്ടോഗൻസ് ആർ ഹാർംഫുൾ എൻവയോൺമെന്റൽ ഏജന്റ്സ് that can disrupt the normal development of the fetus. Okay, ഫീറ്റസിനെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഏജന്റ് ആണ് ടെട്രോജൻ എന്ന് പറയുന്നത്. എന്താ നമുക്ക് നോക്കാം. These include substances such as alcohol, tobacco, harmful drugs like cocaine or heroin, radiation such as excessive X-rays, certain chemicals and environmental pollutions, അല്ലെ. അതായത് ഈ പറയപ്പെടുന്ന ആൽക്കഹോളിലൂടെ ഉണ്ടാകുന്ന പ്രശ്നം, ടൊബാക്കോയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നം, അതുപോലെ തന്നെ കൊക്കൈൻ, ഹെറോയിൻ പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സിലൂടെ ഉണ്ടാകുന്ന പ്രശ്നം, അതുപോലെ തന്നെ ഡിഫറെന്റ് റേഡിയേഷൻസ്, എക്സ്റേ, സെർട്ടൈൻ കെമിക്കൽസ്, അതുപോലെ തന്നെ പരിസ്ഥിതി മലിനീകരണം, ഇങ്ങനെ ഒരുപാട് കാരണങ്ങളിലൂടെ ഈ ടെറാട്ടഗൻസ് എന്ന് പറയുന്ന വളരെ ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഏജന്റ് എന്ത് ചെയ്യും, ആ ഒരു അമ്മയിലോട്ട് വരികയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മയിൽ സംഭവിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എൻവയോൺമെന്റൽ ഫാക്ടറാണ്. നെഗറ്റീവിൽ എഫക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എൻവയോൺമെന്റൽ ഫാക്ടറാണ്.
ഓക്കെ, സോ ഇതാണ് നമുക്ക് ഈ പ്രിനാറ്റൽ സ്റ്റേജിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഞാൻ ഇത് ഓരോന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മെമ്മറൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. എല്ലാം ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്. ബട്ട് ഈവൻ ദോ നമുക്കത് സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് കാണുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യാനായിക്കോട്ടെ, റിവൈസ് ചെയ്യാനായിക്കോട്ടെ. ഓക്കെ, അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തു, റൈറ്റ്? എന്താണ് പ്രിനാറ്റൽ സ്റ്റേജ് നമ്മൾ പറഞ്ഞു. അത് എവിടെയാണ് ബിഗിൻ ചെയ്യുന്നത്? കോൺസെപ്ഷൻ ആണ്. സ്പേം എഗ് യുണൈറ്റ് ചെയ്തിട്ട് സൈഗോട്ടിൽ നിന്ന് പിന്നെ എന്താണ് സൈഗോട്ട് മുതൽ ആ ഒരു ബർത്ത് ഓഫ് ദി ബേബി വരെയുള്ള ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് പ്രിനാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് പൊതുവെ 40 വീക്സ് അല്ലെങ്കിൽ 9 മന്ത്സ് അല്ലെങ്കിൽ 280 days അപ്രോക്സിമേറ്റ് ഉണ്ടാകുന്ന വലിയൊരു പ്രോസസ്സാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് എന്താണ് ഈ കുട്ടിയെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 ഫാക്ടേഴ്സ്, ഒന്ന് ജനറ്റിക്കും ഒന്ന് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. ജനറ്റിക് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ്, ഐ കളർ, ഹൈറ്റ് പൊട്ടൻഷ്യൽ എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ മദറിന്റെ ഹെൽത്ത്, ലൈഫ് സ്റ്റൈല്, അതുപോലെ തന്നെ ടെറാട്ടഗൻസ്, ഇത് രണ്ടും ഈ കുട്ടി ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന ഒരു എൻവയോൺമെന്റൽ ഫാക്ടറാണ്. സോ എന്താണ് ഇൻഫാൻസി? Infancy is the earliest stage of human development, spanning from birth to approximately 12 to 24 months. അല്ലെ, ഒരു കുട്ടിയുടെ ജനനം മുതൽ 12 മുതൽ 24 മാസം വരെയുള്ള അഥവാ 0 to 2 years. ഓക്കെ, ജനിച്ച അന്ന് മുതൽ 2 വയസ്സ് വരെ ഉണ്ടാകുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടാവല്ലോ, ആ കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന ഇൻഫാൻസി എന്നുള്ളത്. ഓക്കെ, ഇതെന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഏർലിയസ്റ്റ് സ്റ്റേജിൽ വരുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റേജ് ആണ് ഇൻഫാൻസി സ്റ്റേജ് എന്നുള്ളത്. ഓക്കെ, when a child begins to acquire language and more complex cognitive skills. ഓക്കെ, ഈ ഒരു സ്റ്റേജിലാണ് ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കുട്ടിയുടെ കമ്മ്യൂണിക്കേഷന്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് ഈ ഇൻഫാൻസി സ്റ്റേജിലാണ്. അതുപോലെ തന്നെ ഒരുപാട് കോഗ്നിറ്റീവ്, അതായത് മെമ്മറി ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ഒരു ഏജും കൂടിയാണ് ഈ പറയുന്ന ഇൻഫാൻസി സ്റ്റേജ് എന്ന് പറയുന്ന 0 to 2 years എന്നുള്ളത്. ഓക്കെ, ദിസ് സ്റ്റേജ് ഈസ് ക്രൂഷ്യൽ ആസ് it lays the foundation for all the subsequent growth and learning. Okay, അപ്പോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിന്റെ ഇനി വരുന്ന എല്ലാ സ്റ്റേജിന്റെയും ഒരു ഫൗണ്ടേഷൻ ആയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഇൻഫാൻസി എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫൗണ്ടേഷൻ ആണ്, ഒരു തറക്കല്ലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗം വളരെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ഡെവലപ്മെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ പറയുന്ന ഇൻഫാൻസി സ്റ്റേജിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഇതാണ് അപ്പോ അതിന്റെ ഒരു ബേസിക് ഡെഫിനിഷനോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ആസ്പെക്റ്റില് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഓരോ ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റ്, ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോ ഇൻഫാൻസി സ്റ്റേജിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട 6 ഡെവലപ്മെന്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഡെവലപ്മെന്റ് ആണ് മോട്ടോർ ഡെവലപ്മെന്റ്. അപ്പൊ നമുക്ക് എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ് നമുക്ക് നോക്കാം. മോട്ടോർ ഡെവലപ്മെന്റ് മീൻസ് ദ ഗ്രാജുവൽ ഇംപ്രൂവ്മെന്റ് ഇൻ എ ചൈൽഡ്സ് എബിലിറ്റി ടു കൺട്രോൾ ബോഡി മൂവ്മെന്റ്സ്. അല്ലെ, ഒരു കുട്ടിയുടെ ശരീരം, ബോഡി മൂവ്മെന്റ്സിന്റെ മുകളിൽ ഒരു കൺട്രോൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന മോട്ടോർ ഡെവലപ്മെന്റ് എന്നുള്ളത്. ഓക്കെ, എ ന്യൂ ബോൺ കനോട്ട് കൺട്രോൾ ഇറ്റ്സ് മൂവ്മെന്റ് ബിക്കോസ് the brain and muscles are still developing. Instead, babies depend on natural reflexes. അല്ലെ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ഒരു 0 to 2 years എന്ന് പറയുന്നത് ബ്രെയിനും മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മോട്ടോർ മൂവ്മെന്റ്സ്, അതായത് ഈ ബോഡി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ കൺട്രോൾ വരുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുട്ടി കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്? നാച്ചുറൽ റിഫ്ലക്സസിലാണ് കുട്ടി കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്താണ് നാച്ചുറൽ റിഫ്ലക്സ് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും നെക്സ്റ്റ് സ്ലൈഡിൽ കേട്ടോ. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വിച്ച് ആർ ഓട്ടോമാറ്റിക് റെസ്പോൺസ് ദേ ആർ ബോൺ വിത്ത്. ഓക്കെ, കുട്ടി ജനിക്കുന്നതിന്റെ കൂടെ തന്നെ അവർക്ക് കിട്ടുന്ന ഒരു ബോഡി മൂവ്മെന്റ്സ് ഉണ്ട്, ഓട്ടോമാറ്റിക് റെസ്പോൺസസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന നാച്ചുറൽ റിഫ്ലക്സസ് എന്ന് പറയുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെ നോക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, എ ബേബി ഓട്ടോമാറ്റിക്കലി സക്സ് വെൻ ഫീഡിങ്. അല്ലെ, പാല് കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടി എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് സക്ക് ചെയ്യാണ്. അതെന്താണ്? നാച്ചുറൽ ആയിട്ട് കുട്ടിക്ക് കിട്ടുന്ന റിഫ്ലക്സ് ആണ്. ഓക്കെ, അത് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ആ കുട്ടി കിട്ടുന്ന റിഫ്ലക്സ് ആണത്. ഓക്കെ, ബ്ലിങ്ക്സ് വെൻ സംതിങ് കംസ് ക്ലോസ് ടു ദ ഐസ്. അല്ലെ, കണ്ണിന്റെ അടുത്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? നമ്മൾ ബ്ലിങ്ക് ചെയ്യുക. അതെന്താണ്? നാച്ചുറൽ റിഫ്ലക്സ് ആണ്. കഫ് ടു ക്ലിയർ ദ ത്രോട്ട്. അല്ലെ, നമ്മുടെ ഈ ത്രോട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചുമക്കുക. ഓക്കെ,
ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിഫ്ലക്സസ് എന്താണ്, ഇതിനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ റിഫ്ലക്സസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ്? ഒരു കുട്ടിയുടെ ബോഡി മൂവ്മെന്റ്സിന്റെ മുകളിലുള്ള കൺട്രോൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് മോട്ടോർ ഡെവലപ്മെന്റ് എന്നുള്ളത്. ഓക്കെ, സോ നമുക്കിനി എന്താണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് മേജർ റിഫ്ലക്സസ് നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് റൂട്ടിംഗ് ആണ്. എന്താണ് റൂട്ടിംഗ്? ടേണിംഗ് ദ ഹെഡ് ആൻഡ് ഓപ്പണിംഗ് ദ മൗത്ത് വെൻ ടച്ച്ഡ് ഓൺ ദി ചീക്ക്. ഒരു കുട്ടിയുടെ ചീക്ക് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, കുട്ടി നമ്മൾ നോക്കിയിട്ട് വായി തുറക്കും. കാരണം എന്താണ്, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, വിചാരിക്കുന്നത് എന്താണ്, എനിക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി വന്നിട്ടുള്ളത് എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ആ കുട്ടി തൊട്ടപ്പാടനെ നമ്മൾ നോക്കിയിട്ട് മൗത്ത് ഓപ്പൺ ചെയ്യുന്നത്. നാച്ചുറൽ റിഫ്ലക്സ് ആണ്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് റൂട്ടിംഗ് എന്നുള്ളത്. മോറോ എന്ന് പറയുമ്പോൾ എന്താണ്, ഇഫ് ദർ ഇസ് എ ലൗഡ് നോയ്സ് ദ ബേബി വിൽ ത്രൂ ഹിസ് ഓർ ഹെർ ആംസ് ഔട്ട്വാർഡ്സ് വൈൽ ആർക്കിംഗ് her or his back and then bring the arms together as if grasping സംതിങ് അല്ലെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മോറോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സൗണ്ട് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്താണ് കുട്ടിക്ക് പെട്ടെന്ന് ഒരു സേഫ്റ്റിനെസ്, ഒരു സേഫ്റ്റി ഇല്ലാത്തൊരു ഫീൽ വന്നു കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യും, കൈ ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കുട്ടി നമ്മൾ പെട്ടെന്ന് കൈമന്ന് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ വിടുന്ന സമയത്ത് കുട്ടി കൈ പെട്ടെന്ന് ഇങ്ങനെ എന്ത് ചെയ്യും, ബാക്കോട്ടേക്ക് റിഫ്ലക്സ് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും, കൈ മൂവ്മെന്റ് നടക്കും എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം എന്താണ്, കുട്ടി കൈ നേരെ തിരിച്ച് ഈ ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുവരും. ഇതിനെ വിളിക്കുന്ന പേരാണ് മോറോ എന്നുള്ളത്. ഓക്കെ, പിന്നെ ഗ്രാസ്പ് എന്നുള്ളത് എന്താണ്, വെൻ എ ഫിംഗർ ഓർ സം അതർ ഒബ്ജക്ട് ഈസ് പ്രസ്ഡ് അഗൈൻസ്റ്റ് ദ ബോഡി പാം ദ ബോഡി ഫിംഗേഴ്സ് ക്ലോസ് അറൌണ്ട് ഇറ്റ് അല്ലെ. എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യും, ഇപ്പൊ ഞാൻ എന്റെ കൈ വിരൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാല് കുട്ടി എന്ത് ചെയ്യും, അത് സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാസ്പ് എന്നുള്ളത്. ഇതെന്താണ്, ഇതൊരു ടൈപ്പ് ഓഫ് റിഫ്ലക്സ് ആണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ബാബിൻസ്കി എന്ന് പറയും. ഓക്കെ, വെൻ ദ ബോട്ടം ഓഫ് ദി ബേബീസ് ഫുട്ട് ഈസ് സ്ട്രോക്ക് ദ ടോസ് ഫാൻ ഔട്ട് ആൻഡ് ദെൻ കേൾ അല്ലെ. കുട്ടിയുടെ കാലിന്റെ അടിയിൽ നമ്മൾ എന്താണ്, ബോട്ടം, കാലിന്റെ ബേബി ഫുട്ടിന്റെ ബോട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോസ് എന്ത് ചെയ്യും, കുട്ടികളുടെ കാലിന്റെ വിരൽ ശ്രദ്ധിച്ചാൽ മതി, അതിങ്ങനെ ഇതുപോലെ എക്സ്പാൻഡ് ചെയ്ത് വെക്കും. ഓക്കെ, ആ ടച്ച് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാല് അതിനുശേഷം എന്താണ്, അതിങ്ങനെ പതിയെ ക്ലോസ് ചെയ്ത് വെക്കും. ഫൈൻ, ഇതിനെ വിളിക്കുന്ന പേരാണ് ബെബിൻസ്കി എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് നിങ്ങളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. റിഫ്ലക്സ് പറഞ്ഞൊരു ഭാഗത്ത് ഈ ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതാണ് റിഫ്ലക്സ് എന്നുള്ള ആ ഒരു വേർഡിന്റെ ഒരു എക്സാക്ട് മീനിങ് ഈ പറയപ്പെടുന്ന കാര്യങ്ങളിലൂടെയൊക്കെയാണ്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ഡെവലപ്മെന്റ് വരുന്നത്, എന്താണ്, മോട്ടോർ ഡെവലപ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫിസിക്കൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്നുള്ള പേര് നമുക്ക് ഇതിനെ പറയാം. ആ രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഡ്യൂറിങ് ഇൻഫാൻസി റാപ്പിഡ് ഫിസിക്കൽ ഗ്രോത്ത് ഒക്കേഴ്സ്. ഓക്കെ, ഇൻഫാൻസി സ്റ്റേജിലാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഗ്രോത്ത് സംഭവിക്കുന്നത്. നമുക്ക് എങ്ങനെയാ നോക്കാം. ന്യൂ ബോൺസ് ടിപ്പിക്കലി വെയിറ്റ് അബൌട്ട് 3.4 kg. ഒരു ജനിക്കുന്ന കുട്ടിയുടെ ഒരു ആവറേജ് വെയിറ്റ് ആട്ടോ. ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 3.4 kg ആണ്. ആൻഡ് മെഷർ അബൌട്ട് 51 സെന്റിമീറ്റർ. അപ്പൊ 3.4 kg അതിന്റെ കൂടെ എന്താണ് 51 സെന്റിമീറ്റർ നീളമാണ് ജനിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക അറ്റ് ബർത്ത് ടൈം കേട്ടോ. ഡബിളിംഗ് ദെയർ വെയിറ്റ് ബൈ 6 months ആൻഡ് ട്രിപ്പിളിംഗ് ഇറ്റ് ബൈ ദി ഫസ്റ്റ് ഇയർ അല്ലെ. ആദ്യത്തെ 6 മാസം കൊണ്ട് എന്താവും, അത് നേരെ ഡബിൾ ആകും. ഓക്കെ, 3.4 എന്നുള്ളത് എന്താവും, അവിടെ 6.8 ആവും. ഫൈൻ, 51 സെന്റിമീറ്റർ എന്നുള്ളത് എന്താവും, നേരെ അത് 100 ആവും. ഓക്കെ, അതിനുശേഷം അത് ആദ്യത്തെ 6 മാസമാണ്. പിന്നെ ഒരു വർഷം തികയുമ്പോഴത്തേക്ക് എന്താവും, അത് ട്രിപ്പിൾ ആവും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഫിസിക്കൽ ഗ്രോത്ത്. അതായത് ഈ ഒരു ഇൻഫാൻസി സ്റ്റേജില് വളരെയധികം സ്പീഡ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഗ്രോത്ത് കുട്ടിയുടെ ഈ ബോഡിയിൽ സംഭവിക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള ന്യൂമറിക് ടേംസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമുക്ക് നോക്കാം. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് മെന്റൽ എബിലിറ്റീസ് സച്ച് ആസ് ലേണിംഗ്, തിങ്കിങ്, റിമെമ്പറിംഗ്, റീസണിംഗ്, പ്രോബ്ലം സോൾവിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദി എൻവിറോൺമെന്റ് അല്ലെ. ആ കുട്ടിയുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റി എന്താണ് ലേൺ ചെയ്യാനുള്ള എബിലിറ്റി, തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി, അത് റിമെമ്പർ ചെയ്യാനുള്ള എബിലിറ്റി, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, അങ്ങനെ ഒരു മെന്റൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെയധികം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന ഇൻഫാൻസി സ്റ്റേജ് എന്നുള്ളത്. ഓക്കെ, ഇൻഫാൻസി ഈസ് എ ക്രിട്ടിക്കൽ പീരീഡ് ഫോർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബിക്കോസ് the brain grows rapidly during the first 2 years of life അല്ലെ. ആദ്യത്തെ 2 വർഷം നേരത്തെ ഫിസിക്കലിൽ പറഞ്ഞതുപോലെ തന്നെ കോഗ്നിറ്റീവിൽ എന്താണ് വളരെ റാപ്പിഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. ഓക്കെ, ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ഇൻഫാൻസ് ലേൺ മെയിൻലി ബൈ ഒബ്സർവിംഗ്, എക്സ്പ്ലോറിംഗ്
ആൻഡ് ഇന്ററാക്ടിങ് വിത്ത് പീപ്പിൾ ആൻഡ് ഓബ്ജക്ട് അറൌണ്ട് ദം. അല്ലെ, ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ 0 to 2 years അല്ലെങ്കിൽ ഇൻഫാൻസി സ്റ്റേജിൽ കുട്ടികൾ എന്താണ് കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ പഠിക്കുന്നത്? ഒബ്സർവ് ചെയ്തുകൊണ്ട്, അല്ലെ. ആ കുട്ടിയുടെ ചുറ്റുമുള്ള ആളുകൾ, അവരുടെ പേരൻസ്, ആ കുട്ടിയുടെ പേരൻസ്, അവരൊക്കെ എന്താ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യും, അതിനെ എക്സ്പ്ലോർ ചെയ്യും. അതുപോലെ തന്നെ ഈ എൻവിറോൺമെന്റുമായിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെയാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്, ഈ പറയപ്പെടുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഈ ഇൻഫാൻസി സ്റ്റേജിൽ എന്ത് ചെയ്യുന്നത്, അവിടെ എൻഹാൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ ബേസിക് ഡെഫിനിഷന്റെ ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ടുള്ള കുറച്ച് ഈ മൈൽ സ്റ്റോൺസുകൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. 0 to 3 months എന്തൊക്കെയാ സംഭവിക്കുന്നത്? Recognize the caregiver's voice and face, respond to familiar sounds and follow moving object with eyes. അല്ലെ, അതായത് കെയർ ഗിവർ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി എന്താണ്, മദർ ആയിരിക്കും അല്ലെ. മദറിന്റെ വോയിസ് അതുപോലെ തന്നെ മദറിന്റെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതുപോലെ തന്നെ ഫെമിലിയർ ആയിട്ടുള്ള സൗണ്ട്സിന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ ചലിക്കുന്ന ഒബ്ജക്റ്റുകളെ കൃത്യമായിട്ട് എന്താണ് അത് നോക്കിക്കൊണ്ട് എന്താണ് ആ ചലനത്തെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ആ കുട്ടി ഒബ്സർവ് ചെയ്യുന്നുള്ളതാണ്. ഇതാണ് 0 to 3 months ഉണ്ടാകുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, ഇനി 4 to 6 months ഉണ്ടാകുന്ന എന്തൊക്കെ നമുക്ക് നോക്കാം. ബിക്കംസ് ക്യൂരിയസ് അബൌട്ട് ദി സറൗണ്ടിങ്സ് ആൻഡ് എക്സ്പ്ലോർസ് ഒബ്ജക്ട് ബൈ ലുക്കിംഗ്, ടച്ചിങ് ആൻഡ് പുട്ടിംഗ് ദം ഇൻ ദ മൗത്ത്. അല്ലെ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എങ്ങനെയാണ് ആ ഒരു ഒബ്ജക്റ്റിനെ പറ്റി പഠിക്കുന്നത്, അത് വായിലിടുന്നതിലൂടെയാണ്. ഓക്കെ, അപ്പോ ഇതൊരു തരം എന്താണ്, ആ കുട്ടി മെമ്മറൈസ് ചെയ്യാണ് ആ ഒരു ഒബ്ജക്റ്റിനെ പറ്റിയിട്ട്. ഫൈൻ, അപ്പോ അത് നോക്കി, അതിനെ ടച്ച് ചെയ്തു, അത് വായിലിട്ട് നോക്കി, അങ്ങനെയാണ് എന്ത് ചെയ്തത് ആ കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഈ ഒരു 4 to 6 months ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത് 7 to 9 months എന്നുള്ളത്. ഓക്കെ, ബിഗിൻസ് ടു അണ്ടർസ്റ്റാൻഡ് സിമ്പിൾ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് സച്ച് ആസ് റിയലൈസിംഗ് ദാറ്റ് ഷേക്കിംഗ് എ റാറ്റിൽ പ്രൊഡ്യൂസ് എ സൗണ്ട്. ഓക്കെ, ഈ കുട്ടികൾക്ക് ഒരു കളിപ്പാട്ടുണ്ടാവും അല്ലെ, ഇങ്ങനെ 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 ആക്കുന്ന സമയത്ത് രണ്ട് സൈഡിലും ഇങ്ങനെ മാറി മാറി അടിക്കുന്നത്. ഓക്കെ, ഇതെന്താണ് ഒരു കോസ് ആൻഡ് എഫക്ട് അല്ലെ, അതായത് നമ്മൾ ഇങ്ങനെ തിരിക്കുമ്പോൾ അത് സൗണ്ട് ആക്കും. അതെന്താണ് ഒരു കോസ് ആൻഡ് എഫക്ട് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് ഈ കോസ് ആൻഡ് എഫക്ട് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്യും എന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. അപ്പോ 7 to 9 months കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത് ഈ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ 10 to 12 months എന്താ സംഭവിക്കുന്നത്? ഡെവലപ്സ് ഒബ്ജക്ട് പെർമനൻസ്, ദ അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് ഒബ്ജക്ട്സ് കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ് വെൻ ദേ ആർ ഔട്ട് ഓഫ് സൈറ്റ്. അല്ലെ, അതായത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ മുന്നിൽ ഒരു ഡോൾ ഉണ്ട്, അത് കാണാതിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഡോള് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും ഈ പറയപ്പെടുന്ന വളരെ ചെറിയ കുട്ടികളുണ്ട്. പക്ഷെ ഒരു 10 മുതൽ 12 മാസം ആകുമ്പോഴത്തേക്ക് കുട്ടിക്ക് മനസ്സിലാവും എന്റെ കണ്ണിൽ കണ്ടിട്ടില്ലെങ്കിൽ പോലും ആ ഡോള് ഈ റൂമിൽ എവിടെയോ ഉണ്ട് എന്നുള്ള റിയാലിറ്റി. ആദ്യം എന്താ ചിന്തിക്കുന്നത്, എന്റെ കൺമുന്നിലുള്ളത് മാത്രമാണ് ഈ ലോകത്തുള്ളത്, അല്ലെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്നത് മാത്രമാണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ടുള്ളത്, മറ്റുള്ളതൊക്കെ എന്താണ് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള ഒരു ആസ്പെക്ട് ആയിരിക്കും. പക്ഷെ ഒരു 10 to 12 months ആകുമ്പോൾ എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്റെ കണ്ണിൽ കണ്ടിട്ടില്ലെങ്കിൽ പോലും, ഒബ്ജക്റ്റ് എന്റെ കണ്ണിന്റെ മുന്നിൽ ഇല്ലെങ്കിൽ പോലും അത് ഈ റൂമിൽ എവിടെയോ ഉണ്ട് എന്നുള്ള ഒരു ഡെവലപ്മെന്റ്, ഒരു മാനസികപരമായിട്ടുള്ള ഒരു എൻഹാൻസ്മെന്റ് ഉണ്ടാകുന്നത് 10 to 12 months ഓക്കെ, ഇനി 12 to 24 months എന്തൊക്കെയാ സംഭവിക്കുന്നത്? സോൾവ്സ് സിമ്പിൾ പ്രോബ്ലംസ് ത്രൂ ട്രയൽ ആൻഡ് എറർ, ഇമിറ്റേറ്റ്സ് ദി ആക്ഷൻ ഓഫ് അതേഴ്സ്, ഫോളോ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ബിഗിൻ പ്രിറ്റൻഡ് ടു ഇമാജിനേറ്റീവ് പ്ലേ. ഓക്കെ, ഈ പറയപ്പെടുന്ന ട്രയൽ ആൻഡ് എറർ ഉണ്ടല്ലോ, ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ബ്ലോക്സുകളൊക്കെ ഇട്ടുകൊടുത്ത് അത് തെറ്റിത്തിരുത്തി അതൊന്ന് വീണ്ടും പഠിച്ച് അങ്ങനെ അവിടെ ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ഇമേജിനേറ്റീവ് അല്ലെ, ചെറിയ പെൺകുട്ടികളൊക്കെ ഭയങ്കര രസമാണ്, ടീച്ചറും കുട്ടിയും അല്ലെ, അങ്ങനെയൊക്കെ ഇമേജ് അവരൊരു മിററിന് മുമ്പിൽ നിന്നിട്ട് ഒരു ഇമാജിനേഷൻ, അത് ഭയങ്കരമായിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലേ. കാരണം ആ കുട്ടിയുടേതായ ഒരു ലോകം അവിടെ ഡെവലപ്പ് ചെയ്യാണ്. അതിലൂടെ ആ കുട്ടി ഒരു റോള് വായിച്ചുകൊണ്ട് മുന്നിൽ ആരൊക്കെയുണ്ട് എന്നുള്ളൊക്കെ ആ ഒരു റോൾ പ്ലേ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് എന്താണ് അവരുടേതായ ഒരു ലോകത്ത് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അവിടെ ഇംപ്രൂവ് ചെയ്യുകയാണെന്നതാണ്. ഓക്കെ, ഇതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡെവലപ്മെന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് ഇൻഫൻസ് ലേൺ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ് ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേഷൻ. അല്ലെ, ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനും വേണ്ടിയിട്ട് എന്താണ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അത് ഇൻഫാൻസി സ്റ്റേജിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, ഇറ്റ് ബിഗിൻസ് അറ്റ് ബർത്ത് long before a child speaks the first meaningful word. Okay, during infancy babies listen to sounds, rhythm and tone of speech
ഗ്രാജുവലി ലേണിംഗ് ടു അണ്ടർസ്റ്റാൻഡ് വേർഡ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദെയർ നീഡ്സ്. ഓക്കെ, ചെറുപ്പം ആ ഒരു ഇൻഫന്റ് സ്റ്റേജ് തന്നെ എന്താണ് കുട്ടി എന്താണ് ഈ പറയപ്പെടുന്ന സൗണ്ടുകൾ, റിതം, ടോൺ ഓഫ് സ്പീച്ച്, ഓക്കെ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് അത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെച്ചുകൊണ്ടാണ് പിന്നെ അവർ എന്ത് ചെയ്യാൻ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് ഇതിലൂടെയൊക്കെയാണ്. ഓക്കെ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻക്ലൂഡ്സ് ബോത്ത് റിസെപ്റ്റീവ് ലാംഗ്വേജ് ആൻഡ് എക്സ്പ്രസീവ് ലാംഗ്വേജ്. എന്താണ് റിസെപ്റ്റീവ് ലാംഗ്വേജ്? അണ്ടർസ്റ്റാൻഡിങ് വാട്ട് അതേഴ്സ് സേ യൂസിങ്, പിന്നെ എക്സ്പ്രസീവ് എന്താണ്? യൂസിങ് സൗണ്ട്സ്, വേർഡ്സ് ആൻഡ് ഗെസ്റ്റേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് രണ്ട് തരത്തിലൂടെയാണ്. ഒന്നെന്താണ് മറ്റുള്ളവർ പറയുന്ന എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ സൗണ്ട്, വേർഡ്സ്, ഗസ്റ്റേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ രണ്ട് തരത്തിലാണ് എന്ത് ചെയ്യുന്നത് കുട്ടികൾ ഇൻഫാൻസി സ്റ്റേജില് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റേജസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 0 to 3 months എന്താണ്? കമ്മ്യൂണിക്കേറ്റ്സ് മെയിൻലി ബൈ ക്രൈയിങ് ടു എക്സ്പ്രസ് ഡിഫറെന്റ് നീഡ്സ് ആൻഡ് ബിഗിൻ മേക്കിംഗ് സോഫ്റ്റ് കൂയിങ് സൗണ്ട്. അല്ലെ, 0 to 3 months എന്ന് പറയുമ്പോൾ എന്താണ്? വെറും കരച്ചിൽ മാത്രമാണ്. എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി കുട്ടികൾ എന്ത് ചെയ്യുക, അവിടെ വളരെ അധികം ശബ്ദത്തിൽ എന്ത് ചെയ്യും, കുട്ടികൾ കരയും. ഓക്കെ, അതുപോലെ തന്നെ ഈ ചെറിയ ഈ കുട്ടികൾ ഉണ്ടാകുന്ന ഒരു സൗണ്ട് ഉണ്ട്, ഓക്കെ, കൂയിങ് സൗണ്ട്, അതും എന്ത് ചെയ്യുന്നത് ഈ 0 to 3 months അവർ ഡെവലപ്പ് ചെയ്യുന്നത്. 4 to 6 months എന്താണ്? സ്റ്റാർട്ട്സ് ബാബ്ലിംഗ് വിത്ത് റിപ്പീറ്റേറ്റീവ് സൗണ്ട്സ് സച്ച് ആസ് ബബ, ഡാഡ, മാമ. ഓക്കെ, ഓൾ ദീസ് സൗണ്ട്സ് ഡു നോട്ട് ഹാവ് യെറ്റ് എനി മീനിങ്. അല്ലെ, ഈ 4 to 6 months ഈ ചെറിയ ചെറിയ വാക്കുകൾ റൈമിങ് പോലത്തെയാണ്. ബാബ, ഡാഡ, മാമ. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അമ്മ, അല്ലെ, അങ്ങനെ ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന അവർ ഡെയിലി കേൾക്കുന്ന കുറച്ച് വേർഡ്സുകൾ പതിയെ പതിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. 7 to 9 months ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റെസ്പോണ്ട് ടു ദെയർ ഓൺ നെയിം, റെക്കഗ്നൈസ് ഫെമിലിയർ വോയിസസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സിമ്പിൾ വേർഡ്സ് സച്ച് ആസ് നോ ഓർ ബൈ. അല്ലെ, ഒരു 7 to 9 മാസം എന്താണ് അവരെ പേര് വിളിച്ചു കഴിഞ്ഞാല് കുട്ടി പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. അതായത് അവരുടെ സ്വന്തം പേര് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് 7 to 9 months അതിനുശേഷം എന്താണ് ഫെമിലിയർ ആയിട്ടുള്ള എല്ലാ വോയിസുകളും കുട്ടിക്ക് ആ ഒരു വീട്ടിന്റെ ഉള്ളിൽ നടക്കുന്ന പിന്നെ ആ കുട്ടിയുടെ പിന്നെ ബ്രദറോ സിസ്റ്ററോ അമ്മ അച്ഛൻ അങ്ങനെ അവർ ആ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഫെമിലിയർ ആയിട്ടുള്ള വോയിസുകളും റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ കൂടെ തന്നെ ചെറിയ ചെറിയ സിമ്പിൾ വേർഡ്സുകൾ നോ, ബൈ, ഹലോ പോലുള്ള വേർഡ്സുകളൊക്കെ കുട്ടി കൃത്യമായിട്ട് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. 10 to 12 months സംഭവിക്കുന്നത് എന്താണ്? ഫസ്റ്റ് മീനിങ് ഫുൾ വേർഡ്സ് സച്ച് ആസ് മാമ, ഡാഡ, ബൈ, യൂസ് ഗസ്റ്റേഴ്സ് ലൈക്ക് വേവിംഗ് ഓർ പോയിന്റ് ടു കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, 10 മുതൽ 12 മാസം ആകുമ്പോഴത്തേക്ക് ശരിക്കും മീനിങ് ഫുൾ ആയിട്ടുള്ള മാമ, ഡാഡ, ബൈ പോലുള്ള വേർഡ്സുകൾ യൂസ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ ഈ ടാറ്റ് ഒക്കെ പറയാൻ വേണ്ടി തുടങ്ങുന്നത് 10 to 12 months 12 to 24 months എന്താണ്? പിന്നെ അവിടെ വൊക്കാബുലറി വളരെ സ്പീഡായിട്ട് ഡെവലപ്പ് ചെയ്യും. ഒരുപാട് വേർഡ്സുകൾ, മെനി മോർ വേർഡ്സുകൾ ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് 2 വേർഡ്സുകൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, മോർ മിൽക്ക് 2 വേർഡ്സുകളാണ്, അത് കമ്പൈൻ ചെയ്തിട്ട് ഒരു മീനിങ് ഫുൾ വേർഡിലോട്ട് ട്രാൻസിറ്റ് ചെയ്യാനുള്ള ഒരു ഡെവലപ്മെന്റ് ഈ ഒരു ഭാഗത്ത് സംഭവിക്കുന്നുണ്ട്. കം ഹിയർ. ഓക്കെ, അങ്ങനെ കുറച്ച് വേർഡ്സുകൾ. ഫൈൻ, ഇതാണ് എന്ത് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡെവലപ്മെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? സോഷ്യൽ ഡെവലപ്മെന്റ്സ് ആണ്. സോ എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ് നമുക്ക് നോക്കാം. സോഷ്യൽ ഡെവലപ്മെന്റ് ഈസ് ദി പ്രോസസ് ത്രൂ വിച്ച് ഇൻഫാൻസ് ലേൺ ടു ഇന്ററാക്ട് വിത്ത് അതർ പീപ്പിൾ. റൈറ്റ്, സോഷ്യൽ എന്ന് പറയുമ്പോൾ സാമൂഹികപരമായിട്ട് ആ കുട്ടി ഡെവലപ്പ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ് ഈ പറയുന്ന സോഷ്യൽ ഡെവലപ്മെന്റ്. ഇൻഫാൻസ് സ്റ്റേജിൽ വളരെ അധികം റോൾ ഉള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ബിൽഡ് റിലേഷൻഷിപ്പ്. ഓക്കെ, മറ്റുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അതുപോലെ തന്നെ ബന്ധങ്ങൾ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ എക്സ്പ്രസ് ദിയർ ഇമോഷൻസ്, അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഈ പറയുന്ന സോഷ്യൽ ഡെവലപ്മെന്റ് എന്നുള്ളത്. ഇറ്റ് ബിഗിൻസ് സൂൺ ആഫ്റ്റർ ബർത്ത് ആസ് ബേബീസ് റെസ്പോണ്ട് ടു കെയർ ഗിവേഴ്സ് ആൻഡ് ഗ്രാജുവലി ലേൺ സോഷ്യൽ ബിഹേവിയേഴ്സ് ത്രൂ ഡെയിലി ഇന്ററാക്ഷൻ. ഓക്കെ, ജനിക്കുന്ന അന്ന് മുതൽ തന്നെ കുട്ടികളിൽ എന്താണ് ഇത് വളരെ ചെറുങ്ങനെ ഡെവലപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഡ്യൂറിങ് ഇൻഫാൻസി സ്ട്രോങ് ഇമോഷണൽ ബോണ്ട്സ് വിത്ത് പാരന്റ്സ് ആൻഡ് കെയർ ഗിവേഴ്സ് പ്രൊവൈഡ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് ഹെൽത്തി സോഷ്യൽ ഡെവലപ്മെന്റ്. അല്ലെ, ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ചില കുട്ടികൾ അമ്മ അടുത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം. കാരണം എന്താണ്? അമ്മ എന്ന് പറയുന്നത് എന്താണ്? ആ കുട്ടിയെ സംബന്ധിച്ചുള്ള സെൻസ് ഓഫ് സെക്യൂരിറ്റി ആണ്. അപ്പൊ ഇതൊക്കെ ഇതൊരു സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെ. അതായത് എന്റെ അമ്മ എന്ന് പറയുന്നത് എന്റെ വളരെ പ്രധാനപ്പെട്ട എന്റെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനാണ്. ഓക്കെ, അവരെ എന്നെ കെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആ കുട്ടിക്ക് പതിയെ പതിയെ ആ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഒരു അമ്മ കുട്ടിയുടെ അടുത്തുനിന്ന് പോകുന്ന സമയത്ത് ആ കുട്ടിക്ക് കരച്ചിൽ വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്ത് സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ബേസിസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് പ്രധാനപ്പെട്ട സ്റ്റേജസ് നമുക്ക് നോക്കാം.
0 to 3 months എന്താണ് റെസ്പോണ്ട് ടു ഫെമിലിയർ ഫേസസ് ആൻഡ് വോയിസസ് ആൻഡ് ബിഗിൻ ടു ഷോ സോഷ്യൽ സ്മൈൽ. ചിരിക്കുക എന്നുള്ളത് എന്താണ് 0 to 3 months മുതൽ ആ കുട്ടി ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. 4 to 6 months എന്താണ് എൻജോയ് ഇന്ററാക്ടിങ് വിത്ത് അതേഴ്സ്, റെക്കഗ്നൈസ് ഫെമിലിയർ പീപ്പിൾ ആൻഡ് ലൈക്ക് സിമ്പിൾ സോഷ്യൽ ഗെയിംസ് സച്ച് ആസ് പിക്കബു. ഓക്കെ, 4 മുതൽ 6 മാസം വരെ എന്താണ് മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി കുട്ടിക്ക് താല്പര്യം ഉണ്ടാവും. അവരെ തട്ടുന്ന സമയത്ത് ചില കുട്ടികളെ പെട്ടെന്ന് എന്താണ് തട്ടുന്ന ആളത്തോട് പോവും. ഓക്കെ, കൈ കാണിച്ച് അപ്പൊ തന്നെ പോവും. ഓക്കെ, അതുപോലെ തന്നെ ഫെമിലിയർ ആയിട്ടുള്ള ആളുകളെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യും. അതുപോലെ തന്നെ ഈ സോഷ്യൽ ഗെയിംസിനുള്ളിൽ നമ്മൾ പിക്കബു എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് 4 to 6 months ഓക്കെ, 7 to 9 months എന്താണ് ഡെവലപ്പ് എ സ്ട്രോങ്ങർ അറ്റാച്ച്മെന്റ് ടു ദി പ്രൈമറി കെയർ ഗിവർ ആൻഡ് മേ ഷോ ഫിയർ ഓഫ് ആങ്സൈറ്റി അറൌണ്ട് സ്ട്രേഞ്ചേഴ്സ്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അധികം പരിചയമില്ലാത്ത ആളുകള് അടുത്തുണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പേടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത അത് 7 to 9 months കുട്ടി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സൈക്കോളജിക്കൽ പ്രോസസ് ആണ്. ഓക്കെ, പിന്നെ 10 to 12 months എന്താ സംഭവിക്കുന്നത് ഇമിറ്റേറ്റ്സ് സിമ്പിൾ സോഷ്യൽ ആക്ഷൻസ്, വേവ്സ് അല്ലെ, ബൈ ബൈ, ക്ലാപ്പ് ഹാൻഡ്സ്, എൻജോയ്സ് പ്ലേയിങ് ഇന്ററാക്റ്റീവ് ഗെയിംസ് വിത്ത് അതേഴ്സ് അല്ലെ. കുട്ടികൾ എന്താണ് ഈ മറ്റുള്ളവരുമായിട്ട് കളിക്കാൻ തുടങ്ങുന്ന ഒരു പ്രായമാണ് ഈ പറയുന്ന 10 to 12 months എന്നുള്ളത്. ഓക്കെ, 12 to 24 months എന്താണ് ഷോ എഫെക്ഷൻ ടുവാർഡ് ഫാമിലി മെമ്പേഴ്സ്, എക്സ്പ്രസ് എ റേഞ്ച് ഓഫ് ഇമോഷൻസ് ആൻഡ് ബിഗിൻസ് പാരലൽ പ്ലേ വേർ ദി ചൈൽഡ് പ്ലേ അലോങ് സൈഡ് അതർ ചിൽഡ്രൻ വിത്തൗട്ട് ആക്റ്റീവ്ലി പ്ലേയിങ് ടുഗദർ അല്ലെ. അതായത് കുട്ടികൾ എന്താണ് അവരുടേതായ ഒറ്റക്കുള്ള ഒരു ലോകത്തിലോട്ട് അവരെന്ത് ചെയ്യാണ് ഡെവലപ്പ് ചെയ്യാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിനോട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഫെക്ഷൻ കാണിക്കുകയാണ്. ഓക്കെ, അമ്മനോട് ഭയങ്കര സ്നേഹം, അച്ഛനോട് ഭയങ്കര സ്നേഹം, ഏട്ടനോട്, അനിയത്തിയോട്, എല്ലാവരോടും എന്താണ് ഭയങ്കരമായിട്ട് ഏട്ടനോടും അതുപോലെ തന്നെ പിന്നെ സിസ്റ്റേഴ്സിനോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു എഫെക്ഷൻ ഷോക്കേസ് ചെയ്യുന്ന ഒരു ടൈമാണ് ഈ പറയുന്ന 12 to 24 months എന്നുള്ളത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ആണ്. ഫൈൻ, നെക്സ്റ്റ് വരുന്നത് എന്താണ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, വൺ ഓഫ് ദി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പിന്നെ ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഇമോഷണൽ ഡെവലപ്മെന്റ് ഇസ് ദ പ്രോസസ് ത്രൂ വിച്ച് ഇൻഫന്റ് ലേൺസ് ടു റെക്കഗ്നൈസ്, എക്സ്പ്രസ് ആൻഡ് മാനേജ് ദെയർ ഇമോഷൻസ് വൈൽ ഡെവലപ്പിംഗ് ഇമോഷണൽ ബോണ്ട്സ് വിത്ത് അതേഴ്സ് അല്ലെ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. ഡ്യൂറിംഗ് ഇൻഫാൻസി ബേബീസ് കമ്മ്യൂണിക്കേറ്റ് ദെയർ ഫീലിംഗ്സ് മെയിൻലി ത്രൂ ഫേഷ്യൽ എക്സ്പ്രഷൻ, crying, smiling and body movements. As they grow, they begin to show a wider range of emotions, right? അതായത് ഒരു ഇൻഫാൻസി സ്റ്റേജിൽ എന്താണ് കുട്ടികൾ എങ്ങനെയാണ് അവരുടെ ഇമോഷൻസ് പിന്നെ ഷോക്കേസ് ചെയ്യുക, ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ, ക്രൈയിങ് കരയുന്നതിലൂടെ, സ്മൈലിംഗ് ചിരിക്കുന്നതിലൂടെ, അതുപോലെ തന്നെ ബോഡി മൂവ്മെന്റ്സ്, ഇങ്ങനെ പല പല പ്രക്രിയ യൂസ് ചെയ്തുകൊണ്ടാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത് അവരുടെ ഇമോഷൻസ് പിന്നെ ലോകത്തിലോട്ട് എന്ത് ചെയ്യുന്നത് ഷോക്കേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതില് വരുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റേജസ് നമുക്ക് നോക്കാം. 0 to 3 months എന്താണ് എക്സ്പ്രസ് ഇമോഷൻസ് ത്രൂ ക്രൈയിങ്, സ്മൈലിംഗ്, കൂയിങ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ലെ. 0 to 3 months എന്താണ് കരയുന്നതിലൂടെ, ചിരിക്കുന്നതിലൂടെ ഒക്കെയാണ് കുട്ടി എന്ത് ചെയ്യുന്നത് അവരുടെ ഇമോഷൻസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത്. 4 to 6 months എന്താണ് ലാഫ്, സ്മൈൽസ് മോർ ഫ്രീക്വന്റ്ലി ആൻഡ് ഷോസ് എക്സൈറ്റ്മെന്റ്, ഹാപ്പിനെസ് ആൻഡ് ഇൻട്രസ്റ്റ് ഡ്യൂറിങ് ഇന്ററാക്ഷൻ അല്ലെ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് കുട്ടി ഒരുപാട് ചിരിക്കും, അതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് എന്താണ് അത് ചിരിച്ചോണ്ട് നിൽക്കും, അതുപോലെ തന്നെ എക്സൈറ്റ്മെന്റ് കുട്ടിയുടെ മുഖത്ത് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതൊക്കെ എന്താണ് ഒരു ഹാപ്പിനെസ് എന്ത് ചെയ്യാണ് അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഇമോഷൻ അവർ എക്സ്പ്രസ് ചെയ്യാണ്, റൈറ്റ്, എക്സൈറ്റ്മെന്റ് കാണിക്കുക എന്നുള്ളത്. ഫൈൻ, പിന്നെ 7 to 9 months എന്താണ് ഫോംസ് എ സ്ട്രോങ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ടു കെയർ ഗിവേഴ്സ് ആൻഡ് മേ ഷോ സെപ്പറേഷൻ ആൻസൈറ്റി when they leave or a stranger anxiety around unfamiliar people. നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ എന്താണ് അതൊരു ഇമോഷണൽ എക്സ്പ്രഷൻ ആണ് അല്ലെ. പേടി, ഭയം, സ്നേഹം, ഇതൊക്കെ എന്താണ് ആൾ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അടുത്ത് വരുമ്പോൾ ഒരു പേടി, അതുപോലെ തന്നെ അവരുടെ അമ്മ കെയർ ഗിവർ എന്താണ് അവരിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന സമയത്ത് എന്താണ് ഉണ്ടാകുന്ന ഒരു ഭയം, ഇതൊക്കെ എന്താണ് ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, 10 to 12 months എന്താണ് ബിഗിൻസ് ടു എക്സ്പ്രസ് ഇമോഷൻ സച്ച് ആസ് ഏങ്കർ, ഓക്കെ, ദേഷ്യം, ഓക്കെ, ഫ്രസ്ട്രേഷൻ, ഫിയർ, പേടി, അഫെക്ഷൻ, ഇതൊക്കെ എന്താണ് വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യും കുട്ടി എക്സ്പ്രഷനിലൂടെ, ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ അല്ലെങ്കിൽ ആക്ഷനിലൂടെ എന്ത് ചെയ്യും അവര് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അത് 10 to 12 monthsലാണ്. പിന്നെ 12 to 24 months എന്താണ് സ്റ്റാർട്ട് ഷോയിങ് ഇൻഡിപെൻഡൻസ് ബൈ വാണ്ടിങ് ടു ഡു തിങ്സ് അലോൺ, എക്സ്പ്രസ് എ വൈഡർ റേഞ്ച് ഓഫ് ഇമോഷൻസ് ആൻഡ് മേ ഹാവ് എ ടെമ്പർ ടാൻട്രംസ് വെൻ നീഡ് ഓർ വിഷസ് ആർ നോട്ട് ഫുൾഫിൽഡ് അല്ലെ. അതായത് അവർക്ക് വേണ്ടുന്ന ഒരു കാര്യം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും അവരുടെ എല്ലാ ഇമോഷൻസ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെ. അതായത് ഒരു ദേഷ്യത്തിന്റെ ഒരു എക്സ്ട്രീം സംഭവം ഉണ്ട്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇപ്പൊ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മള് കുട്ടികൾക്ക് ഒരു റിബൽ സ്വഭാവം ഉണ്ടാവും അല്ലെ.
എന്തിനും നമ്മൾ ഇല്ല എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഒരു ദേഷ്യം എപ്പോഴും ഉണ്ടാവും. അത് ഈ ഷോക്കേസ് ചെയ്യുന്ന ഒരു പ്രായമാണ് ഈ പറയുന്ന 12 to 24 months എന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള കുട്ടിയുടെ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ആ ദേഷ്യം വാശിയൊക്കെ ആളുകളോട് കൃത്യമായിട്ട് കാണിക്കാനുള്ള അതൊരു തരം ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, പിന്നീട് അതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. ബട്ട് ആ ഒരു ബേസിക് സ്റ്റേജിൽ എന്താണ്, അതൊരു തരത്തിലുള്ള ഡെവലപ്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഇതെല്ലാം കൂടി ഞാൻ റാപ്പപ്പ് ചെയ്തുകൊണ്ട് ഒരു ബോക്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നീട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നായിരിക്കും. ഓക്കെ, സോ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ എന്താണ്, 3 മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എന്ന്. ഓക്കെ, സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ആണ്. ഒരു മനുഷ്യന്റെ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന, ഒരുപാട് ഡെവലപ്മെന്റുകൾ സംഭവിക്കുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എന്നുള്ളത്. ഓക്കെ, സോ 1 second. So early childhood, covering the ages of 3 to 6 years, is one of the most important stages of human development. Okay, human development ന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് സ്റ്റേജ് ആണ് ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എന്നുള്ളത്. This period is also known as preschool years. Okay, അപ്പൊ ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്, പ്രീ സ്കൂൾ ഇയേഴ്സ് എന്നുള്ള പേരിലും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. റൈറ്റ്, ബിക്കോസ് എന്തുകൊണ്ടാണ്, ചിൽഡ്രൻ ബിഗിൻ പ്രിപ്പയറിംഗ് ഫോർ ഫോർമൽ സ്കൂളിംഗ് അല്ലെ. കാരണം 3 മുതൽ 6 വയസ്സ് എന്ന് പറയുമ്പോൾ 3 വയസ്സ് നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ അംഗൻവാടി അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പിന്നെ ഈ നമ്മുടെ LKG പോകുന്നതിന് മുന്നേ കിൻഡർ ഗാർഡൻ അങ്ങനെയുള്ള പിന്നെ സ്ഥലങ്ങളിൽ കുട്ടികൾ എന്താണ് ഫോർമൽ സ്കൂളിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണല്ലേ 3 to 6 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ പ്രീ സ്കൂൾ ഇയേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഡ്യൂറിംഗ് ദീസ് ഇയേഴ്സ് ചിൽഡ്രൻസ് ബിക്കം മോർ ആക്റ്റീവ്, ക്യൂരിയസ് ആൻഡ് ഇൻഡിപെൻഡന്റ്. ഓക്കെ, ഒരു 3 to 6 ഇയേഴ്സ് ആകുന്നതോട് കുട്ടികൾക്ക് എന്താണ്, കുട്ടികൾ കുറച്ചും കൂടി ആക്റ്റീവ് ആകാൻ തുടങ്ങും. റൈറ്റ്, മറ്റുള്ള നമ്മളെ കഴിഞ്ഞ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ആക്റ്റീവ് ആവാൻ തുടങ്ങും. അതുപോലെ തന്നെ കുട്ടികൾക്ക് പല കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതെന്താണ് ഇങ്ങനെ, ഇതെന്താണ് ഇങ്ങനെ. ഓക്കെ, അവരെല്ലാത്തിനും റിലേഷൻഷിപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ട്, നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങും. കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു പ്രവണത കുട്ടികളിൽ പതിയെ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, they learn many new skills that help them succeed in schools and everyday life. Okay, അപ്പൊ ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെയാണ് എന്താണ് കുട്ടികൾ ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ ഡെയിലി ലൈഫിനും അതുപോലെ തന്നെ അവരുടെ സ്കൂളിലും. അവർക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ എന്താണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായം കൂടിയാണ് ഈ പറയുന്ന 3 to 6 ഇയേഴ്സ് അഥവാ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ഭാഗം നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി പ്രധാനമായിട്ട് എവിടേക്കാണ് ഡെവലപ്മെന്റ് സംഭവിക്കുക നമുക്ക് നോക്കാം. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ് ബ്രെയിൻ ഡെവലപ്മെന്റ്. ഓക്കെ, ദി ബ്രെയിൻ ഡെവലപ്സ് റാപ്പിഡ്ലി ഫോമിംഗ് ന്യൂറൽ കണക്ഷൻസ് ദാറ്റ് ഇംപ്രൂവ് ലേണിംഗ്, മെമ്മറി, ഇന്റലിജൻസ് ആൻഡ് ബിഹേവിയർ അല്ലെ. അതായത് നല്ല രീതിയിൽ ഏർലി ചൈൽഡ്ഹുഡിൽ നമുക്ക് വളരെയധികം ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ് ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് ന്യൂറൽ കണക്ഷൻ ഡെവലപ്പ് ചെയ്യും, കുട്ടികളുടെ ലേണിംഗ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, അവരെ മെമ്മറൈസേഷൻ പവർ ഡെവലപ്പ് ചെയ്യുന്നു, അവരുടെ ഇന്റലിജൻസിൽ നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാവുന്നു, അവരുടെ സ്വഭാവത്തിൽ എന്താണ് കുറച്ചും കൂടി അവര് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്ന രീതിയിലോട്ട് ഒരു എൻഹാൻസ്മെന്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ബ്രെയിൻ ഡെവലപ്മെന്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡെവലപ്മെന്റ് ആണ്. പിന്നെ സോഷ്യൽ സ്കിൽസ്. ഓക്കെ, അതുപോലെ തന്നെ ചിൽഡ്രൻ ലേൺ ടു ഷെയർ അല്ലെ. അതായത് പങ്കിട്ടുകൊണ്ട് എന്താണ് നമ്മള് ആസ് എ ഹ്യൂമൻ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ പങ്കിടേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധം വരുന്ന ഒരു പ്രായം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്താണ് ഷെയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഈ ഒരു പ്രായത്തിലുണ്ടാവും. അതുപോലെ തന്നെ കോഓപ്പറേറ്റ്, സഹകരണം. ഓക്കെ, മറ്റുള്ളവരുമായിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കുട്ടികൾ കളിക്കുന്ന സമയത്ത് എന്താണ് കുട്ടികൾ കളിക്കുന്ന ആ മറ്റുള്ള കുട്ടികളുമായിട്ട് ഭയങ്കരമായിട്ടൊരു കോഓപ്പറേഷൻ ഉണ്ടാവും. ഓക്കെ, ഒരിക്കലും ഒരു കോൺഫ്രണ്ടേഷൻ ഞാൻ മുന്നിൽ നിൽക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടാവില്ല. വളരെയധികം സഹകരണത്തോടു കൂടിയാണ് എന്ത് കുട്ടികൾ ആ ഒരു പ്രായത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിലുള്ള മറ്റുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒരു പ്രായത്തിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റൂൾസുകൾ, ചില നിയമങ്ങൾ എന്താണ് ഫോളോ ചെയ്യേണ്ടതാണ്. അംഗൻവാടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് ഉറങ്ങണം, അതിൽ വേറെ ചോദ്യം. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും, അത് ചോദ്യം വർത്താൻ അത് ഉറങ്ങിക്കോളും. ഓക്കെ, ഉറങ്ങിയിട്ടില്ലെങ്കിലും അങ്ങനെ അഭിനയിച്ചോളും. റൈറ്റ്, അതുപോലെ തന്നെ ബിൽഡ് ഫ്രണ്ട്ഷിപ്സ് അല്ലെ. ഈ സ്കൂളിൽ പോകുന്ന സമയത്തായിരിക്കും കുട്ടികൾക്ക് ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു സോഷ്യലായിട്ട്, കാരണം സ്കൂളിൽ പോകുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് മറ്റുള്ള ഒരുപാട് മനുഷ്യരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. റൈറ്റ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു സോഷ്യൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ പറയുന്ന 3 to 6 ഇയേഴ്സ് എന്നുള്ളത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലെ. അതും ഈ സ്കൂളിൽ പോകുന്നതിന്റെ തുടക്കമായതുകൊണ്ട് തന്നെ നമുക്കറിയാം പറ എന്നൊക്കെ നമ്മള് ആ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായം കൂടിയാണ്. Vocabulary grows quickly,
ഹെൽപ്പിംഗ് ചിൽഡ്രൻ സ്പീക്ക്, റീഡ്, റൈറ്റ് ആൻഡ് എക്സ്പ്രസ് ദിയർ തോട്ട്സ് എഫക്റ്റീവ്ലി. അല്ലെ, എഴുതാനും വായിക്കാനും അതുപോലെ തന്നെ തോട്ട്സുകൾ, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെ വളരെ കോൺഫിഡന്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അത് വളരെ ഇമ്പോർട്ടന്റ് ഡെവലപ്മെന്റ്. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ്? അപ്പോ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഐഡന്റിറ്റി ഫോർമേഷൻ. ഓക്കെ, ചിൽഡ്രൻ ഡെവലപ്പ് സെൽഫ് കോൺഫിഡൻസ്, ഇൻഡിപെൻഡൻസ് ആൻഡ് എ പോസിറ്റീവ് സെൻസ് ഓഫ് സെൽഫ് ത്രൂ ഡെയിലി ഇന്ററാക്ഷൻ. അല്ലെ, അതായത് കുട്ടികൾക്ക് ഒരു നല്ലൊരു സെൽഫ് കോൺഫിഡൻസ്, കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായം കൂടിയാണ് ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. ഓക്കെ, അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള എബിലിറ്റി, ഒറ്റയ്ക്ക് ചെരുപ്പിടാൻ, ഒറ്റയ്ക്ക് ബാഗിൽ ബുക്ക് എടുത്ത് വെക്കാൻ, നിങ്ങൾ കുട്ടികളെ പാരന്റ്സ് ചോദിച്ചാൽ മതി. സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ കുട്ടികൾ തന്നെ ഒറ്റക്കൊറ്റ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനുള്ള അതൊരു ഐഡന്റിറ്റി ആണല്ലേ. ഇപ്പം ഞാൻ എന്നുള്ള വ്യക്തിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എബിലിറ്റി കുട്ടി അവിടെ ഷോക്കേസ് ചെയ്യാണ്, റൈറ്റ്? പിന്നെ വരുന്നതാണ് എന്ത്, മോറൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഈ റൈറ്റും ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ഒരു ബോധം വരുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹോണസ്റ്റി, കൈൻഡ്നെസ്, ഫെയർനെസ്, കളവ് പറയാൻ പാടില്ല. കാരണം കളവ് പറയുന്ന സമയത്ത് കുട്ടികൾക്ക് എപ്പോൾ ഒരു കുറ്റബോധം ഉണ്ടാവും. കുട്ടികളെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെ? ഇപ്പോ സ്കൂളിൽ പോകാൻ വേണ്ടിയുള്ള ഒരു കുട്ടി എന്താണ്, ആ കുട്ടി കളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ മുഖത്ത് അതുണ്ടാവും. കാരണം ആ കുട്ടിക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത്. അപ്പം ഈ മൊറാലിറ്റി, അല്ലെ, ഞാൻ പറയുന്നത് തെറ്റാണ്, അത് ശരിയല്ല എന്നത് കൊണ്ടായിരിക്കില്ല കുട്ടിയുടെ മുഖത്തും കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു മൊറാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാകുക എന്ന് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ്. അത് നടക്കുന്നതാണ് ഈ ഒരു സ്റ്റേജിലാണെന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഓരോ ഇപ്പം മോട്ടർ ഡെവലപ്മെന്റ് ഉണ്ട്. നമുക്ക് കീ ഏരിയാസ് വളരെയധികം പിന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് മോട്ടർ ഡെവലപ്മെന്റ് എന്താണ്, നമുക്ക് ഇവിടെ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡെവലപ്മെന്റ് എന്തൊക്കെ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെന്റ് ആണ് ഗ്രോസ് മോട്ടർ സ്കിൽ ഡെവലപ്പ് ചെയ്യുക. സോ എന്താണ് ഗ്രോസ് മോട്ടർ സ്കിൽസ്? ദേ ആർ ദി എബിലിറ്റീസ് ദാറ്റ് ഇൻവോൾവ് ദ യൂസ് ഓഫ് ദി ലാർജ് മസിൽസ് ഓഫ് ദ ബോഡി സച്ച് ആസ് ദോസ് ഇൻ ദി ആർംസ്, legs, back and trunk to perform movements that require strength, balance and coordination. Okay, അപ്പോൾ ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ കുട്ടികൾക്ക് എന്താണ് ഗ്രോസ് മോട്ടോർ സ്കിൽ ഡെവലപ്പ് ചെയ്യാണ്. ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള ലാർജ് മസിൽസ്, ഈ കൈ, കാല്, അതുപോലെ തന്നെ ട്രങ്ക്, ഓക്കെ, ഈ അരഭാഗം, ആ ഒരു ഭാഗം, ഇവിടെയൊക്കെ എന്താണ് കുട്ടികള് അതിന്റെ പവർ, സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ സിമ്പിൾ വേർഡ്സ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആർ ദ മൂവ്മെന്റ് വി മേക്ക് യൂസിങ് അവർ ലാർജ് മസിൽസ്. ഓക്കെ, നമ്മുടെ ശരീരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ലാർജ് മസിൽസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് മൂവ്മെന്റ് ഡെവലപ്മെന്റ് സ്കിൽസുകൾ ഉണ്ട്. അതിനാണ് നമ്മൾ ഗ്രോസ് മോട്ടോർ സ്കിൽസ് പറയുക. കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് മൈൽസ്? ഏജ് 3 ക്ലൈംബ് സ്റ്റേഴ്സ് വിത്ത് ആൾട്ടർനേറ്റിംഗ് ഫീറ്റ്. അല്ലെ, ഇടത്തെ കാല് വെച്ച് വലത്തെ കാല് വെച്ച് എന്താണ് കുട്ടികൾക്ക് സ്റ്റെപ്പ് കയറി പോകാനുള്ള ഒരു ടെൻഡൻസി. അതുപോലെ തന്നെ ഓടുന്ന സമയത്ത് വീഴാതിരിക്കാനുള്ളത്. അത് ഓടുമ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ് കറക്റ്റ് ആ കാല് ഒന്ന് എടുത്തു വെച്ച് അടുത്ത കാല് എടുത്തു വെക്കാനുള്ള ആ ഒരു എന്താ പറയാ അത്രയും സ്പീഡിൽ ബ്രെയിനിലോട്ട് എന്ത് വേണം, അതിന്റെ കൺട്രോൾ വേണം. അല്ലെ, ഇടത്ത് കാല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലത്ത് കാല് വെക്കണം. അത് അത്രയും സ്പീഡാകുമ്പോഴാണ് കുട്ടിക്ക് സ്പീഡിൽ ഓടാൻ പറ്റില്ല, അല്ലെങ്കിൽ തടഞ്ഞു പോകും. ഓക്കെ, അതുപോലെ തന്നെ ട്രൈ സൈക്കിൾ, ഈ 3 ടയറുള്ള സൈക്കിൾ ഉണ്ടല്ലോ കുട്ടികൾ ഓടിക്കുന്നത്, അത് നല്ല എഫിഷ്യന്റ് ആയിട്ട് കുട്ടികൾക്ക് എന്താണ് ബാലൻസ് ചെയ്ത് ഓടിക്കാനുള്ള ഒരു എബിലിറ്റി. ഏജ് 4 ആകുമ്പോൾ മുന്നോട്ടേക്ക് ചാടാന്, ഒരു കാലും ചാടാന്, അതുപോലെ തന്നെ ഒരു ബോൾ എറിയാനും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഏജ് 4 ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏജ് 5 to 6 ആകുന്ന സമയത്ത് എന്താണ് ഒരു കാലുമേൽ 10 സെക്കൻഡ് നിൽക്കാനുള്ള എബിലിറ്റി. സ്കിപ്പ്, ജമ്പ് റോപ്പ്, നമ്മുടെ ആ ഒരു ജമ്പ് റോപ്പ് വെച്ച് നമ്മൾ അറിയാലോ, ഒരു വലിയൊരു കയറിലൂടെ നമ്മൾ ചാടി കളിക്കുന്നത്. സ്റ്റാർട്ട് ലേണിംഗ് ടു സ്വിം ഓർ റൈഡ് എ ബൈക്ക്. ബൈക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ കുട്ടികളുടെ ബൈക്ക് ആട്ടോ പറയുന്നത്. ഓക്കെ, അതുപോലത്തെ നീന്തല് കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു ഏജിൽ എന്താ സംഭവിക്കുന്നത്, ഈ ലാർജ് മസിൽസ് ഉണ്ടല്ലോ, കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ശരീരത്തിലുള്ള വളരെ ലാർജ് ആയിട്ടുള്ള മസിൽസ്, കൈ, കാല്, ട്രങ്ക്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രോസ് മോട്ടോർ സ്കില്ല് വളരെയധികം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന വേറൊരു മോട്ടോർ സ്കില്ലാണ് ഫൈൻ മോട്ടോർ സ്കിൽ. എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽ നമുക്ക് നോക്കാം. These are the abilities that involve the use of the small muscles of the hands, fingers, wrist and eyes to perform precise and controlled movements. അല്ലെ, അപ്പൊ ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുമ്പോൾ എന്താണ് സ്മോൾ മസിൽസ് ആണ്. ഇപ്പൊ ഹാൻഡ്, കൈ, അതുപോലെ തന്നെ ഫിംഗേഴ്സ്, റൈറ്റ്, ഓക്കെ, പിന്നെ റിസ്റ്റ്,
ഐസ് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ഒരുപാട് മൂവ്മെന്റ്സ് ഡെവലപ്പ് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദി സ്മോൾ ഹാൻഡ് ആൻഡ് ഫിംഗർ മൂവ്മെന്റ് ദാറ്റ് ഹെൽപ് ചിൽഡ്രൻ പെർഫോം ഡീറ്റെയിൽ ടാസ്ക്. നമുക്ക് എന്തൊക്കെ നമുക്ക് നോക്കാം. യൂസ് സിസേഴ്സ് വിത്ത് സൂപ്പർവിഷൻ, അല്ലെ കുട്ടികൾ ഈ ഒരു പ്രായത്തിൽ ക്രാഫ്റ്റ് ചെയ്യുമെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഭയങ്കര സൂക്ഷ്മതയിലെ കുട്ടികൾ എന്ത് ചെയ്യുക, ഈ ക്രാഫ്റ്റുകളൊക്കെ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബേസിക് ഷേപ്സ്, സിമ്പിൾ ഫിഗർ ഒക്കെ കുട്ടികൾ വളരെ വൃത്തിക്ക് വരക്കാൻ വേണ്ടി തുടങ്ങും. അത് കൃത്യമായിട്ടുള്ള ഫിംഗറിന്റെ കൺട്രോൾ ആണ്. റൈറ്റ്, ബെറ്റർ ലെറ്റേഴ്സ് ഓർ നമ്പേഴ്സ്, ഡ്രസ് ആൻഡ് അൺഡ്രസ് ഇൻഡിപെൻഡന്റ്, അല്ലെ സ്വന്തമായിട്ട് ഡ്രസ്സ് ധരിക്കാനും. കാരണം ബട്ടൺസ് ഒക്കെ ഇടാന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഫിംഗേഴ്സിന്റെ ഡെവലപ്മെന്റ് ആണ്, അല്ലെ ബട്ടൺസ് ഇടാന്ന് പറയുന്നത്. ഓക്കെ, ഷർട്ട് ഇടാന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി, പക്ഷെ ബട്ടൺസ് കറക്റ്റ് ആയിട്ട് തെറ്റാതെ ഇടാന്ന് പറയുമ്പോൾ അത് ഫിംഗേഴ്സിന്റെ ഡെവലപ്മെന്റ് ആണ്. ഷൂസിന് ലേസ് കിട്ടുക എന്ന് പറയുന്നത് ഫിംഗേഴ്സിന്റെ ഡെവലപ്മെന്റ് ആണ്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. റൈറ്റ്, ബിൽഡ് ടവേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് വിത്ത് സ്മോൾ ബ്ലോക്സ്. കുട്ടികൾ കളിക്കുന്ന ആ ഒരു സ്മോൾ ബ്ലോക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഒരുപാട് ടവേഴ്സും സ്ട്രക്ചേഴ്സ് ഒക്കെ കുട്ടികൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് അവിടെ നല്ല രീതിയിൽ അതിങ്ങനെ ബ്ലോക്ക് സെറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രായം കൂടിയാണ്. ഓക്കെ, ഇതാണെന്ത് മോട്ടോർ സ്കിൽസ് ഡെവലപ്മെന്റിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഡെവലപ്മെന്റിൽ. സോ നെക്സ്റ്റ് വരുന്നതാണ് എന്ത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രധാനമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെന്റ്സ് കുട്ടികളുടെ കോഗ്നിറ്റീവ് പറയുമ്പോൾ നമുക്കറിയാലോ മൈൻഡിൽ നടക്കുന്ന ഡെവലപ്മെന്റ്സ് ആണ്. പ്രധാനമായിട്ടുള്ള ഒരുപാട് ഡെവലപ്മെന്റ്സ് നടക്കുന്ന ഒരു ഏരിയയും കൂടിയാണിത്. ഓക്കെ, എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് സിംബോളിക് തിങ്കിങ് ആണ്. ദി എബിലിറ്റി ടു യൂസ് വേർഡ്സ്, പിക്ചേഴ്സ് ഓർ ഒബ്ജക്ട്സ് ടു റെപ്രസെന്റ് സംതിങ് ദാറ്റ് ഈസ് നോട്ട് ഫിസിക്കലി പ്രസന്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പിന്നെ ഫോണ് വിളിക്കുന്നത് പോലെ ആക്കും, പക്ഷെ ഫോൺ അവിടെ ഫിസിക്കലി ഉണ്ടാവില്ല. പക്ഷെ പകരം എന്താണ് ഒരു പഴം യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ഒരു ബനാനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കുട്ടികളെ ഇങ്ങനെ ചെവിയിൽ വെച്ചിട്ട് ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ അഭിനയിക്കും. റൈറ്റ്, 1 second. യാ, അതാണ് ഈ പറയുന്ന സിംബോളിക് തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് ഈക്കോസെൻട്രിസം, ദ ടെൻഡൻസി ഓഫ് ചിൽഡ്രൻ ടു സീ ദ വേൾഡ് ഓൺലി ഫ്രം ദെയർ ഓൺ പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് പെർസ്പെക്റ്റീവ്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി എന്ത് ചെയ്യും, ഒരു കർട്ടന്റെ പിന്നിൽ പോയിട്ട് നിൽക്കും. അപ്പോ ആ കർട്ടന് ആ കുട്ടിനേക്കാൾ ചെറുതായിരിക്കും, പക്ഷെ ആ കുട്ടിയുടെ വ്യൂ പോയിന്റിൽ എന്താണ്, കുട്ടി സേഫ് ആണ്, ആരും കുട്ടിയെ കാണുന്നില്ല. പക്ഷേ മറ്റുള്ള ആളുടെ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് എന്താണ് ആ കുട്ടിയെ പെട്ടെന്ന് കാണാൻ പറ്റും. അതാണ് ഈഗോസെൻട്രിസം. ഈഗോസെൻട്രിസം എന്ന് പറയുമ്പം ഒരു കുട്ടി അവരുടെ പേഴ്സ്പെക്റ്റീവ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ കാര്യങ്ങൾ ചിന്തിക്കുള്ളൂ. മറ്റുള്ള ആൾ അത് എങ്ങനെ പേഴ്സീവ് ചെയ്യുന്നു എന്നുള്ള അത്ര ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന ഒരു പ്രായമല്ല ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈഗോസെൻട്രിസം എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ ലോകത്ത് നിന്ന് മാത്രമാണ് അവർ കാര്യങ്ങളെ കാണാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ എന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ആനിമിസം, the belief that non-living objects have life, feelings or intention like living beings. അത് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ കുട്ടികൾ ടെഡ്ഡി ബിയേഴ്സിനോട് സംസാരിക്കുക, ടെഡ്ഡി ബിയേഴ്സിനെ കെട്ടിപ്പിടിക്കും, ടെഡ്ഡി ബിയേഴ്സിന് സങ്കടം എന്നൊക്കെ പറയും. ഓക്കെ, അതായത് നോൺ ലിവിങ് ഒബ്ജക്റ്റിന് ജീവൻ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന അനിമിസം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇൻട്യൂറ്റീവ് തോട്ട്. ഓക്കെ, the stage where children learn by curiosity and ask many why and how. അല്ലെ, ഒരുപാട് വൈ ആൻഡ് ഹൗ ഉണ്ടാവും. ഒരു ഫിലിം കണ്ടാവും, ഒരു TV വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മതി, കുട്ടികൾക്ക് ഒരുപാട് വൈ ആൻഡ് ഹൗ ഉണ്ടാവും. ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പിന്നെ ഞാൻ എന്റെ ചെറുപ്പത്തൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, ഈ എന്തുകൊണ്ടാണ് ഈ ചന്ദ്രൻ നമ്മുടെ കൂടെ തന്നെ വരുന്നത്, മൂണ്, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും കുട്ടികൾക്ക്. വൈ ആൻഡ് ഹൗ എന്നുള്ളത് ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു സ്റ്റേജ് ആണ് 3 to 6 ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. പിന്നെ വരാണ് സെൻട്രേഷൻ, ദ ടെൻഡൻസി ടു ഫോക്കസ് ഓൺലി ഓൺ വൺ ഫീച്ചർ ഓഫ് എൻ ഒബ്ജക്ട് or situation while ignoring other important characteristics. Okay, ഇപ്പോ ഒരു രണ്ട് ഗ്ലാസ്സിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാല് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് നീളമുള്ള ഗ്ലാസ്സിലാണ് എന്ത് ചെയ്യുക, നീളമുള്ള ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും, കാരണം അതിൽ കുറെ ഉണ്ടെന്ന് തോന്നില്ല. പക്ഷെ അതേ സമയത്ത് അതിന്റെ വിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ ചിന്തിക്കുന്നില്ല. അതായത് അതിന്റെ വീതി കൂടിക്കഴിഞ്ഞാല് അതിലായിരിക്കും കൂടുതൽ വെള്ളം എന്ന് ചിന്തിക്കാനുള്ള എബിലിറ്റി. അതായത് ഏതെങ്കിലും ഒരു ഫീച്ചറിൽ മാത്രമേ കുട്ടികൾ കോൺസെൻട്രേറ്റ് ആകുക, അതായത് നീളം എന്നുള്ള അടിസ്ഥാനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ആവും. വീതി എന്നുള്ളത് കുട്ടിക്ക് അറിയില്ല. അപ്പൊ നീളമുള്ള ഗ്ലാസ്സിലായിരിക്കും കൂടുതൽ വെള്ളം ഉണ്ടാകുന്ന തോന്നൽ കുട്ടിക്കുണ്ട്. അതാണ് സെൻട്രേഷൻ, ഒരു സ്ഥലത്ത് സെൻറ്റർ ആയിട്ട് നിൽക്കുക. ഓക്കെ, സോ ദീസ് ആർ ദി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വിച്ച് മേക്സ് ഇൻ ദിസ് ഏർലി ചൈൽഡ്ഹുഡ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്, ലാസ്റ്റ് ഡെവലപ്മെന്റ് ആണ്. നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് ഒന്ന് സെൽഫ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, during early childhood, children begin to develop a sense of self, which means they start understanding who they are and how they are different from others. Okay, അവരെ സെൽഫിനെ കൃത്യമായിട്ട് മനസ്സിലാക്കും, മറ്റുള്ളവരിൽ നിന്ന് എന്നെ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ പറയുന്ന സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് അഥവാ സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ ബിക്കം മോർ ഇൻഡിപെൻഡന്റ് ആൻഡ് ലൈക്ക് ടു പെർഫോം ടാസ്ക് ഓൺ ദെയർ ഓൺ. കുറച്ചും കൂടി സ്വതന്ത്രമാകപ്പെടുകയാണ്, അതുപോലെ തന്നെ അവർ ഒറ്റ കാര്യങ്ങൾ ചെയ്യാനുള്ള
ഒരു ഇനീഷ്യേറ്റീവ് അവരുടെ ഭാഗത്ത് ഉണ്ടാകാണ്. ഓക്കെ, സച്ച് ആസ് ഡ്രസ്സിംഗ്, ഈറ്റിംഗ് ഓർ ചൂസിങ് ഗെയിംസ്. ഓക്കെ, ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള എബിലിറ്റി കുട്ടികൾ ഡെവലപ്പ് ചെയ്യണം. According to Eric Erikson, if parent encourage children's curiosity and allow them to explore and try new activities, they develop a sense of initiative. അപ്പൊ നമ്മൾ കുട്ടികളെ എപ്പോഴും അവർ സെൽഫ് ഡെവലപ്പ് ചെയ്യുന്ന ഓരോ സ്റ്റേജ് നമ്മൾ എന്ത് ചെയ്യണം, അവരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം. ഒരു കുട്ടി വീണ് കഴിഞ്ഞാൽ അത് വലിയ പരിക്കാത്ത വീഴലാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യണം, ആ വീണെടുത്ത് നിന്ന് എണീക്കാനുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. അതും നമ്മൾ എന്ത് ചെയ്യണം, അതിനൊക്കെ വിട്ടുകൊടുക്കണം. കുട്ടികൾക്ക് സെൽഫ് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ഏരിയാസും വിട്ടുകൊടുത്തിട്ട് അത് ആ കുട്ടികളിൽ അത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും അപ്രീസിയേറ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്ക് എപ്പോഴും ഒരു സെൻസ് ഓഫ് ഇനീഷ്യേറ്റീവ്, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുട്ടികൾ ഡെവലപ്പ് ചെയ്യും. അത് കുട്ടികൾ പ്രായമായ ഒരു ഏജ് എത്തുന്നവരെ അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, however, if parents constantly criticize or discourage them, children may develop a sense of guilt. കുറ്റബോധം ഉണ്ടാവും. നമ്മള് കുട്ടികൾക്ക് ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കുട്ടികളെ സെൽഫ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെടുന്ന ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാതെ അവരെ നമ്മൾ ഡിസ്കറേജ് ചെയ്യാണ്. അവിടേക്ക് ഇരിക്കുക, അത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും എന്താണ്, ഒരു സെൻസ് ഓഫ് ഗിൽട്ട്, ഒരു കുറ്റബോധം കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോ ഫ്യൂച്ചറിൽ എന്താണ്, കുട്ടികൾ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് മടിയാവുന്നതാണ്. ഓക്കെ, ഇതാണ് സെൽഫ് ഡെവലപ്മെന്റിന്റെ ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് എന്താണ്, ജെൻഡർ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് ചിൽഡ്രൻ ബിക്കം അവെയർ ഓഫ് ദിയർ ജെൻഡർ ആൻഡ് ഐഡന്റിറ്റി. കുട്ടി എന്റെ ജെൻഡർ എന്താണ്, എന്റെ ഐഡന്റിറ്റി എന്താണ് എന്ന് കൃത്യമായി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഏർലി ചൈൽഡ്ഹുഡ്. ദേ റെക്കഗ്നൈസ് വെദർ ദേ ആർ ബോയ് ഓർ എ ഗേൾ ആൻഡ് ഗ്രാജുവലി ലേൺ ദ ബിഹേവിയേഴ്സ്, റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻ അസോസിയേറ്റഡ് വിത്ത് ജെൻഡർ ഫ്രം പാരന്റ്സ്, ടീച്ചേഴ്സ്, പിയേഴ്സ് ആൻഡ് സൊസൈറ്റീസ്. അല്ലെ, അപ്പൊ ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡ് എന്താണ്, കുട്ടികൾക്ക് ഞാൻ ബോയ് ആണോ ഗേൾ ആണോ എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവരുടെ ചുറ്റുമുള്ള ആളുകൾ, അതായത് പാരന്റ്സ്, ടീച്ചേഴ്സ്, പിയേഴ്സ്, സൊസൈറ്റി, അവിടെ നിന്നൊക്കെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ റോളിലുള്ള ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് അവരുടെ ലൈഫിലോട്ട് എന്ത് ചെയ്യുന്നു, ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പൊ ഞാനൊരു ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ ചെറുപ്പത്തിൽ എന്തായിരിക്കും, മറ്റുള്ള ആൺകുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത് ഞാൻ കൃത്യമായിട്ട് നോക്കും. എന്നിട്ട് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഞാൻ എന്നിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോപ്പി ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുകയാണ്. ഓക്കെ, പിന്നെ വരുന്നതാണത് മോറൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഒരു സെൻസ് ഓഫ് മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യും ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്. They understand simple rules, learn to share, tell the truth, respect others and follow instruction given by parents and teachers. അല്ലെ, അപ്പോ ഈ പറയപ്പെടുന്ന എല്ലാ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് കൂടിയാണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, their moral behavior is mainly guided by reward, punishment and adult approval. അല്ലെ, അപ്പോ തെറ്റും ശരിയും അവരെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, റിവാർഡ്. കുട്ടികൾ ഇപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ റിവാർഡ് ചെയ്യും. ഇപ്പൊ നല്ല മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളോട് എന്ത് ചെയ്യും, കുട്ടികൾക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കും. അപ്പൊ അതൊരു റിവാർഡ്. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും മാർക്ക് സ്കോർ ചെയ്യുന്നത് റിവാർഡ് കിട്ടുന്ന ഒരു കാര്യമാണ്, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ഞാൻ ഇന്നും ചെയ്യണം. പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പണിഷ് ചെയ്യും, എനിക്ക് വഴക്ക് കിട്ടും. അപ്പൊ എനിക്ക് മനസ്സിലാവും അത് തെറ്റാണ്. അങ്ങനെയാണ് തെറ്റും ശരിയും ചെയ്ത് കുട്ടികൾ മനസ്സിലാക്കുന്നുള്ളത്. സോ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ഒരു ബേസിക് ഡെഫിനിഷൻ കാര്യങ്ങൾ വെച്ച് നമുക്ക് ബിഗിൻ ചെയ്യാം. Middle and late childhood is the stage of development that occurs between 6 and 11 years of age. അല്ലെ, 6 മുതൽ 11 വയസ്സ് വരെ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആണ് മിഡിൽ ആൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ്. ഓക്കെ, ആഫ്റ്റർ ദി പ്രീ സ്കൂൾ ഇയേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് നടക്കുന്ന എപ്പോഴാണ്, ഈ പ്രീ സ്കൂൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പറയപ്പെടുന്ന മിഡിൽ ആൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ബിഗിൻ ചെയ്യുന്നത്. ഓക്കെ, ഡ്യൂറിംഗ് ദിസ് പീരിയഡ് children experience continuous growth in the different areas of development. Okay, അവരുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഏരിയാസിൽ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു പ്രായം, ഒരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റും കൂടിയാണ് ഈ പറയുന്ന മിഡിൽ ആൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് നടക്കും, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കും, സൈക്കോ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് നടക്കും, അതുപോലെ തന്നെ സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് പിയർ ഇൻഫ്ലുവൻസ് ആൻഡ് മോറൽ ഡെവലപ്മെന്റ്. ഈ ഏരിയാസ് ഒക്കെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദി ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഓക്കെ, എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ആ ഒരു ഭാഗത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് ദ ചിൽഡ്രൻ എക്സ്പീരിയൻസ് സ്റ്റഡി ഫിസിക്കൽ ഗ്രോത്ത്, ടിപ്പിക്കലി ഗെയിനിങ് അബൌട്ട് 2 to 3 kg in weight and 5 to 7.5 centimeter in height each year. അല്ലെ, അപ്പൊ ഈ ഒരു ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് സ്റ്റേജിൽ എന്താണ്, എല്ലാ വർഷവും 2 മുതൽ 3 കിലോ വരെ വെയിറ്റ് കൂടാനും അതിന്റെ കൂടെ തന്നെ 5 മുതൽ 7.5 സെന്റിമീറ്റർ ഹൈറ്റ് വർദ്ധിക്കാനുള്ള ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റ് ഈ ഒരു സ്പെസിഫിക് സ്റ്റേജിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ മസിൽ സ്ട്രെങ്ത്,
lung capacity and motor coordination improve, enabling them to participate in more physically demanding activities for longer period. അതിന്റെ കൂടെ തന്നെ എന്താണ്, മസിൽ സ്ട്രെങ്ത് അല്ലെ, പ്രധാനപ്പെട്ട ഹാൻഡ്, ലെഗ്, ഓക്കെ, അതുപോലെ തന്നെ ഫിംഗേഴ്സ്, അങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള വളരെ പ്രധാനപ്പെട്ട എല്ലാ മസിൽസും അതിന്റെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണ്. അതുപോലെ തന്നെ ലങ് കപ്പാസിറ്റി, അതിന്റെ എഡീഷണൽ ആയിട്ട് എന്താണ്, ഒരുപാട് മോട്ടോ കോർഡിനേഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. ഓക്കെ, നമ്മുടെ ഈ മൂവ്മെന്റ്സ്, നമ്മൾ ഓടുക എന്ന് പറയുമ്പോൾ എന്താണ്, ഇടത്തേക്കാല് വെച്ച് അതിന്റെ ഉടനെ തന്നെ വലത്തേക്കാല് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, സ്പീഡിൽ ഓടാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ കൂടെ തന്നെ കൈ മൂവ് ചെയ്യണം, റൈറ്റ്? അപ്പൊ ഇതൊരു കോർഡിനേഷനിലൂടെ നടക്കുന്ന ഒരു കാര്യമാണ് ഈ റണ്ണിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഒരു കുട്ടിയുടെ മോട്ടോർ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഒരു സ്റ്റേജും കൂടിയാണ് ഈ പറയുന്ന മിഡിൽ ആൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ്, ഫോർ എക്സാമ്പിൾ സ്പോർട്സ് അല്ലെ, മോട്ടോർ ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ്, കുട്ടികൾക്ക് സ്പോർട്സിലൊക്കെ നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് ഗ്രൂപ്പും കൂടിയാണ് ഈ പറയുന്ന മിഡിൽ ആൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, girls often begin their growth spurt earlier than boys, making them temporarily taller during the later part of middle childhood. Okay, middle childhood എന്ന സമയത്ത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവര് ആൺകുട്ടികളെക്കാൾ കൂടുതൽ എന്താണ്, അവർക്ക് ടെമ്പററി ടോളർ ആകാനുള്ള, അല്ലെങ്കിൽ ടോളർ ആകുന്ന ഒരു ടെൻഡൻസി അവരിൽ കാണാറുണ്ട്. ഓക്കെ, പെർമനന്റ് അല്ല, ടെമ്പററി ആയിട്ട് കേട്ടോ. അത് ബോയ്സ് അവരെ ഓവർടേക്ക് ചെയ്യും. പക്ഷെ ഈ പറയപ്പെടുന്ന മിഡിൽ ആൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ എന്താണ്, പെൺകുട്ടികൾക്ക് എന്താണ്, ഗേൾസിന് കൂടുതലും ഈ പറയപ്പെടുന്ന രീതിയിലുള്ള ഹൈറ്റ് ബോയ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇൻക്രീസ് ആകുന്ന ഒരു രീതി പൊതുവെ കാണാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ബോത്ത് ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആൻഡ് ഫൈൻ മോട്ടോർ സ്കിൽസ് becomes more refined, supporting better performance in sports, academic tasks and everyday activities. Okay, ഈ ഗ്രോസ് മോട്ടോർ സ്കിൽസും ഫൈൻ മോട്ടോർ സ്കിൽസും വളരെ ഡീറ്റെയിൽഡ് കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ പ്ലേലിസ്റ്റിലോട്ട് പോകട്ടെ, ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് ആ ഒരു സ്റ്റെപ്പിൽ തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കാരണം ഓരോ പോയിന്റും പറഞ്ഞാണ് ഓരോ സ്റ്റേജിലോട്ടും വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കുക. അപ്പൊ ഞാൻ പ്ലേലിസ്റ്റിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഈ പറയപ്പെടുന്ന രണ്ട് സ്കില്ലുകളും വളരെ അധികം റിഫൈൻഡ് ആകുന്ന ഒരു സ്റ്റേജും കൂടിയാണ്. റിഫൈൻഡ് ആകുക എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആകുക. നമ്മൾ ഈ രണ്ട് മോട്ടോർ സ്കിൽസും ഫൈൻ മോട്ടോർ സ്കിൽസും നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിച്ച് നമ്മൾ യൂസ്ഡ് ടു ആവും അതുമായിട്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്താണ്, സ്പോർട്സിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് അക്കാഡമിക് ടാസ്കുകൾ, അതുപോലെ തന്നെ ഒരുപാട് എവറിഡേ ആക്ടിവിറ്റീസിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ഈ പറയപ്പെടുന്ന സ്റ്റേജിൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് എന്ത്, ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഭാഗത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് children's and Piaget's concrete operational stage where they develop logical thinking and improved problem solving abilities. Okay, ഈ ഒരു കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ മൈൻഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ ഒരു സ്റ്റേജിലോട്ട് എത്തുന്നതിലൂടെ കുട്ടികൾക്ക് എന്താണ്, ഒരു ലോജിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതിന്റെ കൂടെ തന്നെ പിയാഗറ്റ്സിന്റെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലോട്ട് അവർ കിടക്കുകയാണ്. അതെന്താ നമുക്ക് നോക്കാം. They begin to understand concepts such as conservation, classification and transitive reasoning. ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾസ് യൂസ് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഫസ്റ്റ് കോൺസെപ്റ്റ് സച്ച് ആസ് കോൺസർവേഷൻ. എന്താണ് കോൺസർവേഷൻ? അണ്ടർസ്റ്റാൻഡ് ദ ക്വാണ്ടിറ്റി റിമെയിൻസ് ദ സെയിം ഡിസ്പൈറ്റ് ദ ചേഞ്ച് ഇൻ ഷേപ്പ് ഓർ അപ്പിയറൻസ് അല്ലെ. അതായത് ഈ വളരെ ഈ ഏർലി ചൈൽഡ്ഹുഡിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു വീതിയുള്ള ഹൈറ്റ് കുറഞ്ഞ ഗ്ലാസും ഒരു നീളമുള്ള ഒരു ഗ്ലാസും ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യുക, ആ നീളമുള്ള ഗ്ലാസ് ആണ് സെലക്ട് ചെയ്യുക. കുട്ടികളെ ചിന്തിക്കുകയാണ് എന്താണ്, ആ ഒരു നീളമുള്ള ഗ്ലാസ്സിലായിരിക്കും കൂടുതൽ വെള്ളം ഉണ്ടാകുക എന്നുള്ള ഒരു ടെൻഡൻസി, ചിന്തിക്കാൻ ടെൻഡൻസി കുട്ടികൾക്ക് ഉണ്ടാവും. കാരണം കുട്ടികൾക്ക് അത് കമ്പയർ ചെയ്യാൻ, അതായത് വീതി കൂടിക്കഴിഞ്ഞാല് അതിൽ കൂടുതൽ ക്വാണ്ടിറ്റി നിറയും എന്നുള്ള ലോജിക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായമല്ല ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്, എപ്പോഴും ഹൈറ്റ് ആണ് എന്ത് ചെയ്യുക, അവർ പ്രിഫർ ചെയ്യുക. നീളം, അപ്പൊ ആ ഒരു ലോജിക്ക വർക്ക് ചെയ്യുക. നീളമാകുമ്പോൾ അതിൽ കുറെ വെള്ളം ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഈ പറയപ്പെടുന്ന സ്റ്റേജിലോട്ട് എത്തുന്ന സമയത്ത്, കറണ്ട് സ്റ്റേജിലോട്ട് എത്തുന്ന സമയത്ത് കുട്ടികൾക്ക് എന്താണ്, അത് കറക്റ്റ് മനസ്സിലാവും. അതായത് നീളമായിക്കോട്ടെ വീതി ആയിക്കോട്ടെ. അപ്പൊ നീളം കുറയുന്ന സമയത്ത് എന്താണ്, അതായത് വീതിയുള്ള ഗ്ലാസ്സിൽ ഉണ്ടാകുന്ന വെള്ളത്തിന്റെ സെയിം ക്വാണ്ടിറ്റി ആണ്
വീതി കുറഞ്ഞ് നീളമുള്ള ഗ്ലാസ്സിന് ഉണ്ടാവുക എന്നുള്ള ഒരു ലോജിക്കൽ തിങ്കിങ് ഉണ്ടല്ലോ, അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന കോൺസർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ക്വാണ്ടിറ്റി റിമൈൻസ് ദ സെയിം, ക്വാണ്ടിറ്റി രണ്ടിലും സെയിം ആണ് ഡിസ്പൈറ്റ് ദ ചേഞ്ച് ഇൻ ഷേപ്പ് ഓർ അപ്പിയറൻസ് അല്ലെ. ഷേപ്പിലും അപ്പിയറൻസിലും എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും അതിലുള്ള ക്വാണ്ടിറ്റി സെയിം ആണ് എന്നുള്ള ലോജിക്ക് അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന മിഡിൽ ആൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വരുന്ന നെക്സ്റ്റ് ആണത് ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്ലാസിഫിക്കേഷൻ? ഗ്രൂപ്പിംഗ് ഓബ്ജക്ട്സ് ബേസ്ഡ് ഓൺ എന്താണ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ. അതായത് കോമൺ ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, ഗ്രൂപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണല്ലേ. അതായത് ഇപ്പൊ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഓക്കെ, അതുപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ്, ഇതെല്ലാം എന്താണ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിനെ കൃത്യമായിട്ട് ഗ്രൂപ്പ് ചെയ്യാനുള്ള ഒരു ലോജിക്കും ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണിത്. അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് റീസണിങ്, അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഓബ്ജക്ട്സ് ഓർ ഐഡിയാസ്. ഓക്കെ, സോ അതിന് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഷോ വൺ തിങ്. ഓക്കെ, അതായത് എ ബിനേക്കാൾ വലുതാണെന്ന് പറയാണ്, അതുപോലെ ബി സിനേക്കാൾ വലുതാണ്. അപ്പോ എ സീനേക്കാൾ വലുതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്താ പറയാ, എ സീനേക്കാൾ വലുതാണെന്നുള്ള ലോജിക് ഉണ്ടല്ലോ. ഓക്കെ, ഇതാണ് ഈ പറയുന്ന ട്രാൻസിറ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡിഫറെന്റ് ഐഡിയാസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇപ്പോ എയും ബിയും ബിയും സിയും മനസ്സിലായി കഴിഞ്ഞാല് എയും സിയും തമ്മിലുള്ള ബന്ധം ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ പറയുന്ന മിഡിൽ ആൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്, വൺ സെക്കൻഡ്, their attention span, memory, planning and decision making skills also improve, allowing them to concentrate better, regulate their behavior and perform more effectively in academic and everyday tasks അല്ലെ. അപ്പൊ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പൊ അറ്റൻഷൻ സ്പാൻ അല്ലെ, ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിൽ തന്നെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള ഒരു മനുഷ്യന്റെ എബിലിറ്റിയാണ് അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെമ്മറി, ഓർമ്മിച്ച് വെക്കാനുള്ള എബിലിറ്റി, പ്ലാനിങ്, കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഡിസിഷൻ സ്കിൽസും ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ പറയുന്ന മിഡിൽ ആൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗത്ത് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, സൈക്കോ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് ചിൽഡ്രൻ ഡെവലപ്പ് എ മോർ റിയലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദംസെൽവ്സ് by comparing their abilities and achievements with those of their peers അല്ലെ. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എന്താണ്, കുട്ടികള് എന്താണ് അവരുടെ എബിലിറ്റീസും അച്ചീവ്മെന്റ്സും വളരെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ്. ഓക്കെ, അവരെങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക, മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യും അല്ലെ. ഇപ്പോ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ നല്ല രീതിയിൽ പാട്ട് പാടുന്ന എനിക്കൊരു ഫ്രണ്ട് എനിക്കുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ സെൽഫായിട്ട് പാടി നോക്കും, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലാവും എനിക്ക് പാട്ട് പാടാനുള്ള കഴിവില്ല എന്ന് പറയും. അതുപോലെ തന്നെ വേറെ ഏതോ ഒരു കാര്യത്തിൽ ഞാൻ നല്ലോണം ഓടുന്നുണ്ട്, മറ്റുള്ള ഫ്രണ്ട്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഓട്ടത്തിൽ കുറച്ചും കൂടി സ്പീഡാണ്. അതുകൊണ്ട് എനിക്ക് സ്വന്തം മനസ്സിലാകാണ് എന്താണ്, ഞാൻ അത്ലറ്റിക്സിൽ കുറച്ചും കൂടി എബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാണ്. അപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മളെ എബിലിറ്റീസും അച്ചീവ്മെന്റ്സും നമ്മളെ പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യും. നമ്മളെ ഫ്രണ്ട്സ് ഗ്രൂപ്പ്, പിയേഴ്സ് നമ്മുടെ ചുറ്റുമുള്ള കുട്ടികൾ, ഓക്കെ, അവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, അതിലൂടെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഡെവലപ്മെന്റ്, നമ്മുടെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, they begin to recognize their own strength and weakness which shape their self concept and self esteem അല്ലെ. അപ്പൊ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ എന്താണ്, അവർ കൃത്യമായിട്ട് അവരുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണെന്ന് അവർ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യും. അതിലൂടെ എന്താണ്, അവരുടെ സെൽഫ് കോൺസെപ്റ്റും സെൽഫ് എസ്റ്റീം അവർ കൃത്യമായിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് എബിലിറ്റി ഉള്ളത്, അതിൽ അവർ ഭയങ്കര സെൽഫ് കോൺസെപ്റ്റ് ആയിരിക്കും. ഓക്കെ, സെൽഫ് കോൺഫിഡന്റ് ആയിരിക്കും, സോറി. ഓക്കെ, their ability to understand and control emotions also improves, although they may still seek guidance from parents or teachers in different situation. Okay, difficult situation. Okay, അപ്പൊ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ കുട്ടികൾക്ക് എന്താണ്, നല്ല രീതിയിലുള്ള ഈ പറയപ്പെടുന്ന ഇമോഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനുമുള്ള ഒരു ഡെവലപ്മെന്റ് നല്ല രീതിയിൽ ബിഗിൻ ചെയ്യുന്ന ഒരു ഏജ് ആട്ടോ. അത് കൃത്യമായിട്ട് സസ്റ്റെയിൻ ചെയ്യാന്നുള്ളതല്ല, അത് ബിഗിൻ ചെയ്യുന്നതാണ്. എന്നാൽ പോലും കുട്ടികൾക്ക് എന്താണ് പല രീതിയിലുള്ള ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാവും. അത് അവരുടെ പേരൻസും ടീച്ചേഴ്സിന്റെ സഹായത്തിലൂടെ അവരെന്ത് ചെയ്യും, അതിൽ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരും. ഓക്കെ, ഫ്രണ്ട്ഷിപ്സ് ബിക്കം ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടന്റ്, ഹെൽപ്പിംഗ് ചിൽഡ്രൻ ഡെവലപ്പ് ദിയർ സോഷ്യൽ സ്കിൽസ് സച്ച് ആസ് കോഓപ്പറേഷൻ, എംപതി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ എന്താണ്,
ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് എന്താണ് ഒരുപാട് സോഷ്യൽ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ അല്ലെ. കോഓപ്പറേഷൻ, സഹകരിക്കുക, എംപതി അല്ലെ, ഒരു അനുകമ്പ തോന്നുക, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു എബിലിറ്റിയും ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, peer acceptance plays an important role, significant role in their emotional well-being, and while family values and experience continue to influence their behavior, moral reasoning, sense of identity. അപ്പോൾ ഇവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നതാണ് പിയേഴ്സിന്റെ ആക്സെപ്റ്റൻസ് ആണ് അല്ലെ. കാരണം കുട്ടികള് അവരുടെ ഫ്രണ്ട്സ് അവരെ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് അവർക്ക് എന്താണ് ഇമോഷണലി ഭയങ്കര ഹാപ്പി ആവാൻ പറ്റുള്ളൂ. ഓക്കെ ഫൈൻ. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സൈക്കോ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഭാഗത്ത് ഈ ഒരു പോയിന്റ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫൈൻ. നെക്സ്റ്റ് എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് പ്യൂർ ഇൻഫ്ലുവൻസ്. ഓക്കെ, ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് children's social world expands beyond family through school, neighborhood, and extracurricular activities. They spend more time with friends and peer groups, which helps them develop important. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാട്ടത്, സോറി കേട്ടോ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ്. ബൈ മിസ്റ്റേക്ക് ഐ അഡീഷണലി കീപ് ഓൺ പോയിന്റ്സ്. അപ്പോൾ അതിൽ അഡീഷണൽ വരുന്നതാണ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സ്പോർട്സ്, ക്ലബ്സ് ഓർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ബിൽഡ് confidence, leadership, and sense of belonging. Okay, however, excessive competition or fear of failure may discourage some children from participating in group activities. അപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ് കൂടുതലായിട്ട് നമ്മൾ ഈ പറയപ്പെടുന്ന സ്പോർട്സ് ആക്ടിവിറ്റീസ്, ക്ലബ്സ്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലെ കുട്ടികൾ പിന്നെ ഇൻവോൾവ് ആകുന്നത്. അതോടെ കുട്ടികൾക്ക് എന്താണ് കോൺഫിഡൻസും ലീഡർഷിപ്പും അതുപോലെ തന്നെ സെൻസ് ഓഫ് ബിലോങ്ങിനെസ്സും അവർക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ അതിനെ കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, എക്സസീവ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ എന്താണ് അതുപോലെ തന്നെ എക്സസീവ് ആയിട്ടുള്ള കോമ്പറ്റീഷനും ഫിയർ ഓഫ് ഫെയിലറും ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും, ആ പോയ സ്പീഡിന് തിരിച്ച് ബാക്കോട്ടേക്ക് വരും. ഓക്കെ, അപ്പൊ അതും എക്സസീവ് ആയിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ മോറൽ ഡെവലപ്മെന്റ് ആണ്. ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് ചിൽഡ്രൻ പ്രോഗ്രസ് ത്രൂ കോൾബർഗ്സ് സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്. ഓക്കെ, നമുക്ക് ഈ പ്രധാനപ്പെട്ട ഒരുപാട് സൈക്കോളജിസ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. പക്ഷെ ഇത് പറയുമ്പോൾ അതിന്റെ കൂടെ പറഞ്ഞു പോകട്ടോ. Moving from obeying rules to avoid punishment towards understanding the importance of rules, fairness and social approval. നമ്മളെ ഒരു സ്പെസിഫിക് ഏജ് ഗ്രൂപ്പ്, അതായത് ഒരു ഏർലി ചൈൽഡ്ഹുഡ് വരെ കുട്ടികൾ തെറ്റും ശരിയും എങ്ങനെയാണ് കമ്പയർ ചെയ്യുക, പണിഷ്മെന്റും റിവാർഡിന്റെയും അടിസ്ഥാനത്തിലാണ് അല്ലെ. അതായത് ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറഞ്ഞാൽ അത് തെറ്റാണ്, ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് റിവാർഡ് കിട്ടിയാൽ അത് ശരിയാണ് എന്നുള്ളൊരു ഒരു തിങ്കിങ് എബിലിറ്റി ആയിരുന്നു, മോറൽ എബിലിറ്റി, ഒരു മോറൽ പെർസ്പെക്റ്റീവ് ആയിരുന്നു ഏർലി ചൈൽഡ്ഹുഡ് വരെ കുട്ടികൾക്ക് ഉണ്ടാകുക. പക്ഷെ ഈ ഒരു സ്റ്റേജ് ആകുന്ന സമയത്ത് ഈ പണിഷ്മെന്റ്, റിവാർഡ് അത് കിട്ടുന്നതിന് അപ്പുറം കുട്ടികൾ എന്താണ് ഈ നിയമങ്ങളുടെ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ടാണ് ഈ റൂൾസുകൾ ഫോളോ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ സോഷ്യൽ അപ്രൂവൽ, നമുക്കൊരു സമൂഹത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ നിയമങ്ങൾ പാലിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണല്ലേ എന്നുള്ള ആ ഒരു തിങ്കിങ് ഉണ്ടല്ലോ, അത് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു മോറൽ ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പും കൂടിയാണ് ഈ പറയുന്ന മിഡിൽ ആൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, they begin to consider other people's perspective and develop values such as honesty, responsibility, respect and justice. അല്ലെ, അതുപോലെ തന്നെ ഇവിടെ എന്താണ് കുട്ടികൾ മറ്റുള്ള ആളുകളുടെ പെർസ്പെക്റ്റീവ് കാര്യങ്ങൾ കാണാനും അതിനെ അടിസ്ഥാനമാക്കിയിട്ട് എന്താണ് ഹോണസ്റ്റി, സത്യസന്ധത, അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഫോം ചെയ്യുക, അതുപോലെ തന്നെ റെസ്പെക്ട് അല്ലെ ബഹുമാനം കൊടുക്കുക, ജസ്റ്റിസ്, നീതിബോധം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പും കൂടിയാണ്. These experiences help lay the foundation for their moral identity and ethical decision making. Okay, അപ്പൊ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന ഈ പറയപ്പെടുന്ന സ്പെസിഫിക് ആയിട്ടുള്ള മോറൽ ഡെവലപ്മെന്റ് പിന്നീട് അവരുടെ ലൈഫിലോട്ടുള്ള മോറൽ ഡെവലപ്മെന്റ്സിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കേണ്ട കാര്യം. ഫൈൻ. സോ ഇതൊക്കെയാണ് നമുക്ക് മിഡിൽ ആൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ് എന്നുള്ള ഭാഗത്ത് 6 to 11 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് ഇതൊക്കെയാണ്. അഡോളസെൻസ് എന്ന് പറയുന്നത് 10 മുതൽ 19 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പാണ്. ഓക്കെ, പല സൈക്കോളജിസ്റ്റും പല തിയറീസ് ഒക്കെ ഈ അഡോളസെൻസിന്റെ ഏജ് പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ WHO ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം 10 മുതൽ 19 വയസ്സ് വരെ വരുന്ന ഈ ഒരു ഏജ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്, അഡോളസെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ്, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ അഡോളസെൻസ് ഈസ് ദ സ്റ്റേജ് ഓഫ് ലൈഫ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ് അല്ലെ. അതായത് ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൾട്ട്ഹുഡിലേക്ക് പോകുന്ന ആ ഒരു ബ്രിഡ്ജ് ആണ് ഈ അഡോളസെൻസ് എന്ന് പറയുന്നത് അല്ലെ. കാരണം ഈ ചെറിയ കുട്ടികൾ എന്താണ്, അവർ അഡൾട്ടിലേക്ക് ചേഞ്ച് ചെയ്യാണ്, അല്ലെങ്കിൽ അഡൾട്ടിലോട്ട് എന്ത് ചെയ്യാണ്, അവർ പാസ് ചെയ്യാണ്. ഇതിന്റെ നടുക്ക് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പ് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന
adolescence എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. ഓക്കെ, the word adolescence means Latin word adolescere, which means to grow up or to mature, അല്ലെ? അപ്പൊ adolescence എന്ന് പറയുന്നതാണ്, അതൊരു ലാറ്റിൻ വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു വേർഡ് ആണ് adolescence എന്ന് പറയുന്നത്, അല്ലെ? എന്താണ് adolescere എന്ന് പറഞ്ഞാൽ? എന്താണ്? to grow up or to mature, അല്ലെ? അതായത് പെട്ടെന്ന് വളരുന്ന, മെച്ചുവേർഡ് ആകുന്ന ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന adolescence എന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, during this period a person experiences many changes in their body, mind, emotions, behavior and social relationship, അല്ലെ? അപ്പോ ഈ adolescence എന്ന് പറയുന്ന സ്പെസിഫിക് ഗ്രൂപ്പിൽ എത്തി നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരില് വളരെയധികം എന്താ പറയാ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. എവിടെയൊക്കെ ഉണ്ടാവുക? അവരുടെ ബോഡിയിൽ ഉണ്ടാവും, അവരുടെ മൈൻഡിൽ ഉണ്ടാവും, അവരുടെ ഇമോഷൻസിൽ ഉണ്ടാവും, അവരുടെ ബിഹേവിയർ സ്വഭാവങ്ങളിൽ ഉണ്ടാവും, അതുപോലെ തന്നെ അവരുടെ ബന്ധങ്ങൾ സോഷ്യൽ റിലേഷൻഷിപ്പിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് adolescence എന്ന് പറയുന്നത്. ഓക്കെ, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒക്കെ ബിഗിൻ ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ പറയുന്ന adolescence എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള അതിന്റെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. According to the World Health Organization, adolescence is the period between 10 and 19 years of age. During this time, young people grow physically, become emotionally and socially more mature, അല്ലെ? കുട്ടികളെ കുറച്ചും കൂടി മെച്ചുവേർഡ് ആകുന്ന ഒരു ഏജ് ഗ്രൂപ്പും കൂടിയാണ് ഈ പറയുന്ന adolescence എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. ആൻഡ് ഗ്രാജുവലി പ്രിപ്പയർ ഫോർ അഡൾട്ട് ലൈഫ്, അല്ലെ? അപ്പോ അഡൾട്ട്ഹുഡ് എന്ന് പറയുന്ന വളരെ എന്താ പറയാ റിജിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ കുട്ടികളെ എല്ലാ തരത്തിലും ബിൽഡ് ചെയ്യുന്ന, കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്പെസിഫിക് സ്റ്റേജ് ആണ് ഈ പറയുന്ന അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ചേഞ്ചസ് യൂഷ്വലി ബിഗിൻ ഏർലിയർ ഇൻ ഗേൾസ് ദാൻ ഇൻ ബോയ്സ്. ഓക്കെ, ഇത് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അഡോളസെൻസിൽ എന്താണ്, പെൺകുട്ടികൾക്കാണ് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക മാറ്റങ്ങൾ സംഭവിക്കുക കമ്പയറിംഗ് വിത്ത് ബോയ്സ്. ഓക്കെ, അവരാണ് പെട്ടെന്ന് മെച്ചുവർ ആകുക, അവരിലാണ് ഒരുപാട് ബോഡി ചേഞ്ചസും അതുപോലെ തന്നെ ഇമോഷണൽ ഉണ്ടാകുന്ന ഒരുപാട് ചേഞ്ചസും അതുപോലെ തന്നെ സോഷ്യൽ റിലേഷൻഷിപ്പൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കൂടുതലും കമ്പാരിറ്റീവ്ലി ബോയ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗേൾസിന് കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, ഫൈൻ. Some changes such as increase in height or changes in voice are visible, while others such as emotional and hormonal changes happen inside the body, അല്ലെ? അപ്പോ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ എത്തുന്ന സമയത്താണ് ആൺകുട്ടികളുടെയൊക്കെ സൗണ്ടിൽ, വോയിസിൽ വ്യത്യാസം വരും. കുറച്ചും കൂടി മെന്റലി ആയിട്ടുള്ള സൗണ്ട് അല്ലെങ്കിൽ ആ വോയിസിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അവരുടെ ബോഡി സ്ട്രക്ചറിൽ ഒരുപാട് ചേഞ്ചസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഡെവലപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരുപാട് ബോഡി പാർട്സുകൾ ഗ്രോ ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പും കൂടിയാണ് അല്ലെങ്കിൽ സ്റ്റേജും കൂടിയാണ് ഈ പറയുന്ന അഡോളസെൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. ഓക്കെ, ദീസ് ചേഞ്ചസ് ആർ നാച്ചുറൽ ആൻഡ് ആർ കോസ്ഡ് ബൈ ഹോർമോൺസ്, അല്ലെ? പ്രധാനമായിട്ട് ഹോർമോൺസിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയപ്പെടുന്ന ചേഞ്ചസുകളൊക്കെ ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇതാണ് അഡോളസെൻസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വിൽ മൂവ് ടു ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൾട്ട്ഹുഡ്. ഓക്കെ, അഡോളസെൻസിന്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്നെന്താണ് ഗ്രോത്ത് സ്പേർട്ട്. ഡ്യൂറിംഗ് അഡോളസെൻസ് ദ ബോഡി ഗ്രോസ് വെരി ക്വിക്ലി. ടീനേജേഴ്സ് ബിക്കം taller, gain weight and experiences many physical changes, അല്ലെ? അപ്പോ കുട്ടികള് വളരെ പെട്ടെന്ന് ഹൈറ്റ് വെക്കാൻ, ടോളർ എന്ന് പറയുമ്പോൾ എന്താണ്, അവർ വലുതാവും, നീളം പെട്ടെന്ന് വളരും, അതുപോലെ തന്നെ വെയിറ്റും നല്ല രീതിയിൽ ഇൻക്രീസ് ആകുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ പറയുന്ന അഡോളസെൻസ് എന്ന് പറയുന്നത്. ആൻഡ് എക്സ്പീരിയൻസ് മെനി ഫിസിക്കൽ ചേഞ്ചസ്, അല്ലെ? അവരുടെ ബോഡി പാർട്സിലൊക്കെ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ പറയുന്ന സ്പെസിഫിക് സ്റ്റേജ് എന്നുള്ളത്. ഓക്കെ, സിൻസ് എവ്രിവൺ ഡെവലപ്സ് അറ്റ് ഡിഫറെന്റ് പേസസ്, some adolescents may feel worried or insecure if they think they are developing too early or too late. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഈ ഏജ് ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കൺസേൺ ആണ്. ഓക്കെ, അതായത് അവർ ബോഡിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് ആലോചിച്ചിട്ട് ഭയങ്കര കൺസേൺ ആവും. ഓക്കെ, ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി. കാരണം അവർ ആ ചൈൽഡ്ഹുഡിൽ നിന്ന് പെട്ടെന്ന് ഒരു അഡൾട്ടിലോട്ട് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ആയതുകൊണ്ട് തന്നെ അവരുടെ മൊത്തത്തിൽ ഉണ്ടാകുന്ന മാറ്റം ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അത് കൺസേൺഡ് ആയിക്കൊണ്ട് കുട്ടികളിൽ എന്താണ് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗ്രോത്ത് സ്പേർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, എനോർമസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് അവരുടെ ബോഡി പാർട്സിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, കൺസേൺഡ് അബൌട്ട് ദി ഫിസിക്കൽ അപ്പിയറൻസ്. സെക്കൻഡ് പോയിന്റ്, teenagers become very conscious about how they look. They may worry about their height, weight, skin, face or body shape and often compare themselves with the others. Okay, അപ്പൊ ഈ ഒരു ഏജ് ഗ്രൂപ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
അവരുടെ ബോഡി അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരുമായിട്ട് എപ്പം കമ്പയർ ചെയ്യും. ഓക്കെ, അവരുടെ സ്കിൻ, അവരുടെ വെയിറ്റ്, അവരുടെ ഹൈറ്റ്, അതുപോലെ തന്നെ അവരുടെ പിന്നെ ബോഡി ഷേപ്പ്, ഫേസ് എല്ലാം എന്ത് ചെയ്യും, അവരെ മറ്റുള്ള പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ ദർ ഫിസിക്കൽ അപ്പിയറൻസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ദർ സെൽഫ് ഇമേജ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. അപ്പൊ അവരുടെ ഒരു മനസ്സിലുള്ള ഐഡിയൽ സെൽഫിനനുസരിച്ചിട്ടല്ല അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് എന്ന ആ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ കോൺഫിഡൻസിനെ വല്ലാണ്ട് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിട്ട് ഇത് മാറും എന്നുള്ളതാണ്. ഓക്കെ, അതേ സമയത്ത് അവർ വിചാരിക്കുന്ന രീതിയിൽ ഇപ്പം ബോയ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം താടി പെട്ടെന്ന് വരും, ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും അല്ലെ. കാരണം നമ്മളൊരു ഐഡിയൽ സെൽഫിലായിരിക്കും നമുക്ക് പെട്ടെന്ന് താടി വരുന്നത്. അപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പ് ആവുന്ന സമയത്ത് ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഇവിടെയൊക്കെ വരും ഈ സൈഡിലേക്ക്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് അവരിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. പിന്നെന്താണ് തേർഡ് പോയിന്റ്, സെൽഫ് ഡിസ്കവറി. അഡോളസെന്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൂ ദേ ആർ ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺസ് ദേ വാണ്ട് ടു ബിക്കം. They explore their interest, their abilities, their values and goals. As a result, their thoughts, emotion, behavior may change frequently. Self discovery അല്ലെ, ഞാൻ ആരാണ് അല്ലെ, എന്റെ കഴിവുകൾ എന്താണ്, എനിക്ക് എന്താണ് ആകേണ്ടത്. ഓക്കെ, അങ്ങനെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സെൽഫ് ഡിസ്കവറി അല്ലെ, സ്വയം മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ പറയുന്ന അഡോളസെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ സെൽഫ് ഡിസ്കവറി എന്നുള്ള ഭാഗം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് എന്താണ്, ഡിസയർ ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഐഡന്റിറ്റി അല്ലെ. Teenagers want more freedom and prefer to make their own decisions. They like to be treated as adults and try to develop their own identity through their choices, opinions, clothing, hobbies and friendships. അപ്പൊ ഈ ഒരു അഡോളസെൻസിൽ എന്താണ്, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഫ്രീഡം ആവശ്യമുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ്. അപ്പൊ അത് ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഭയങ്കര ദേഷ്യം അവർക്കുണ്ടാവും. അത് പേരൻസിനോടൊക്കെ ഇപ്പം ഫോൺ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യം ഉണ്ടാവും. കാരണം എന്താണ്, അവരെ ഒരു ചെറിയ കുട്ടിയായിട്ട് നമ്മൾ കാണും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്, അവരെ ഒരു അഡൾട്ട് ആയിട്ട് തന്നെ കാണണം എന്നുള്ള ചിന്താഗതി അവരിൽ ഉണ്ടാവും. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പേഴ്സ്പെക്റ്റീവ് മറ്റുള്ള ആടുന്നുണ്ടാവും, അവർ പെട്ടെന്നുണ്ടാവും അതിനനുസരിച്ചിട്ട് പ്രതികരിക്കും. ഓക്കെ, നിങ്ങൾ എന്നോട് അങ്ങനെ എന്റെ ചോയ്സ് ആണ് അല്ലെ, നിങ്ങൾ ആരാ എന്നോട് അത് പറയാൻ, എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾ ആരാണ് അല്ലെ. ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഭയങ്കര വൾണറബിൾ ആണ് ഇവര്. പെട്ടെന്ന് എന്താണ്, അതൊരു ഏജ്, ആ ഒരു നാച്ചർ അങ്ങനെയാണ്. ആ ഒരു സ്പെസിഫിക് അഡോളസെൻസിൽ എല്ലാ കുട്ടികൾക്കും ആ സെയിം നാച്ചർ തന്നെയാണ് ഉണ്ടാകുക. ചില ആളുകൾ ഭയങ്കര ഇന്റൻസീവ് ആയിരിക്കും, ചില ആൾ കുറച്ച് കുറവായിരിക്കും. അവരുടെ ചോയ്സിനെ എതിർത്ത് കഴിഞ്ഞാൽ ദേഷ്യം പിടിക്കും, അവരുടെ ഒപ്പീനിയൻസിനെ എതിർത്ത് ദേഷ്യം പിടിക്കും. അതുപോലെ തന്നെ അവരുടെ ഹോബീസ്, ഫ്രണ്ട്ഷിപ്പിന്, ഇതിനൊക്കെ അവരെന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് സെക്യൂർ ചെയ്ത് വെക്കും. ഓക്കെ, പിന്നെന്താണ്, ഈഗോസെൻട്രിസം, സെൽഫ് ഫോക്കസ്ഡ് തിങ്കിങ്. Adolescents often believe that other people are constantly watching and judging them. They may think that their feelings and experience are unique and that everyone notices their appearance or behavior. Okay, അപ്പോ അറിയാലോ, ഈ ഒട്ടുമിക്ക എല്ലാ ഫാമിലീസിനും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ഏജ് ഗ്രൂപ്പും കൂടിയാണ് ഇപ്പൊ അഡോളസെൻസ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, എല്ലാവരും എന്നെ കാണുന്നത് അല്ലെങ്കിൽ എല്ലാവരും എന്നെ ജഡ്ജ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്റെ ചുറ്റുള്ള ആളുകൾക്കുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് അല്ലെ. എല്ലാവരും ആ ആളെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ സ്വയം ചിന്തിക്കപ്പെടുകയാണ്. ഓക്കെ, അപ്പൊ അതിനെ വിളിക്കുന്നവരാണ് ഈഗോ സെൻട്രിസം. സെൽഫ്, എല്ലാവരും എന്നെ ഫോക്കസ്ഡ് ആണ് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാകുന്ന ഒരു ഏജും കൂടിയാണ് ഈ പറയുന്ന അഡോളസെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി. ഓക്കെ, ഹോർമോണൽ ചേഞ്ചസ് മേക്സ് അഡോളസെൻസ് എക്സ്പീരിയൻസ് സ്ട്രോങ് ഓർ ചേഞ്ചിങ് ഇമോഷൻസ്. They may quickly shift from happiness to sadness, anger or excitement. As they are still learning to manage their emotion, they may face stress and conflict. അപ്പൊ ഈ ഒരു അഡോളസെൻസിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്, വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, അവരുടെ ഇമോഷൻസ് സ്റ്റേബിൾ ആയിരിക്കില്ല. അഡൽട്ട്ഹുഡിനെ പോലെ എന്താണ്, അഡൽട്ട്ഹുഡിന് ഒരു ഇമോഷൻ നമുക്കൊരു വന്നു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ അറിയാം. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്, അവരുടെ പിന്നെ സന്തോഷം പെട്ടെന്ന് സങ്കടമാവും, ചിലപ്പോൾ സന്തോഷം പെട്ടെന്ന് സങ്കടമാവും. ഓക്കെ, അതുപോലെ തന്നെ ദേഷ്യത്തിലോട്ട് കൺവേർട്ട് ചെയ്യും, പെട്ടെന്ന് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അവരുടെ ഇമോഷൻസ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പോയിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ്. ഓക്കെ, അവർ ഒരിക്കലും ഒരു കൺട്രോൾഡ് അല്ലെങ്കിൽ ഒരു ഇമോഷൻസ് മാനേജ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആ ഒരു ഏജ് ഗ്രൂപ്പിൽ അവരെ ഡെവലപ്പ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഭയങ്കര സബ്ജക്റ്റീവ് ആട്ടോ. ഇപ്പൊ ചില കുട്ടികളൊക്കെ എന്താണ്, ഒരുപാട് ലൈഫിന്റെ ഒരേ സിറ്റുവേഷൻസ് ഒക്കെ കൊണ്ട് അവർ പെട്ടെന്ന് മെച്ചുവർഡ് ആവാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഓൺ ആൻ ആവറേജ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെന്താണ്, ക്യൂരിയോസിറ്റി ആൻഡ് എക്സ്പെരിമെന്റേഷൻ. ടീനേജേഴ്സ് ആർ നാച്ചുറലി ക്യൂരിയസ് ആൻഡ് എൻജോയ് ട്രൈയിങ് ന്യൂ തിങ്സ്. ഓക്കെ, അപ്പോ നല്ല ക്യൂരിയോസിറ്റിയും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും ഉണ്ടാകുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ ഒരു സ്പെസിഫിക് ഏജ് ഗ്രൂപ്പ് എന്നുള്ളത്. ഓക്കെ, the curiosity help them learn and explore, but it may also let some of them to take risks such as reckless driving, smoking, alcohol use or other unsafe behaviors. അപ്പൊ
ഒന്ന് മദ്യപിക്കാന്, ഒന്ന് സിഗരറ്റ് വലിക്കാന്, അല്ലെ, അതുപോലെ തന്നെ ബൈക്കിൽ സ്പീഡിൽ പോകാന്, ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ എന്താണ്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഈ ഒരു സ്പെസിഫിക് ഏജ് ഗ്രൂപ്പിന് ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഈ പറയുന്ന അൺസേഫ് ബിഹേവിയർ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സ്ട്രോങ് പ്യൂർ ഇൻഫ്ലുവൻസ്. ഓക്കെ, ഫ്രണ്ട്സ് ബിക്കം വെരി ഇമ്പോർട്ടന്റ് ഡ്യൂറിംഗ് അഡോളസെൻസ്. Teenagers often seek acceptance from their peer group and their friends' opinions can influence their behavior. അല്ലെ, അപ്പൊ ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ കൂടെ സംബന്ധിച്ചിടത്തോളം അവരെ ഫ്രണ്ട്സ് എന്നുള്ളത് സോഷ്യൽ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന അഡോളസെൻസ്. അല്ലെ, അപ്പൊ അവരുടെ ഫ്രണ്ട്സ് അവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഗ്രോത്തിനെ വളരെയധികം മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ട്രെയിറ്റിനെ അവരുടെ പിയേഴ്സ് കളിയാക്കാണ്, അവരുടെ ഫ്രണ്ട്സുകളൊക്കെ കളിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസെക്യൂരിറ്റി വരാനുള്ള ഒരു പോസിബിലിറ്റിയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് അവരുടെ ലൈഫിന്റെ ഇമോഷൻസ് ഒക്കെ അതിന്റെ കൺട്രോള് പകുതിയും ഈ പറയുന്ന പിയേഴ്സിന്റെ കയ്യിലാണ്. പിയേഴ്സ് എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, അവരുടെ ഇമോഷൻസ് സ്റ്റേബിൾ ആവുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെന്താണ് ചേഞ്ചിങ് റിലേഷൻഷിപ്പ്. ആസ് അഡോളസെൻസ് ഗ്രോ ദേ സ്പെൻഡ് ലെസ് ടൈം ഡിപ്പെൻഡിങ് ഓൺ ദെയർ പാരന്റ്സ് ആൻഡ് മോർ ടൈം വിത്ത് ഫ്രണ്ട്സ്. അല്ലെ, കുറച്ച് സമയം പാരന്റ്സിന്റെ കൂടെ, കൂടുതൽ സമയം ഫ്രണ്ട്സിന്റെ കൂടെ. ദേ ഓൾസോ ബിഗിൻ ടു ഡെവലപ്പ് ക്ലോസ് ഫ്രണ്ട്ഷിപ്സ് ആൻഡ് മേ ഷോ ഇൻട്രസ്റ്റ് ഇൻ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. അല്ലെ, പ്രണയം പോലുള്ള റിലേഷൻഷിപ്പിലോട്ട് പോകാനുള്ള ഒരു ചാൻസ് കൂടുതലായിട്ട് പറയുന്ന അഡോളസെൻസ് ഏജ് ഗ്രൂപ്പിന് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ റിലേഷൻഷിപ്പിൽ എന്താണ് ഒരുപാട് ചേഞ്ചസ് എഫക്ട് ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പ്. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഡെവലപ്മെന്റ്സ് ഏതൊക്കെ ഭാഗങ്ങളിലാണ് സംഭവിക്കുക നമുക്ക് നോക്കാം. ഒന്ന് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ട്, കോഗ്നിറ്റീവ് ഉണ്ട്, ഇമോഷണൽ, സോഷ്യൽ, സെക്ഷുവൽ, സൈക്കോ സോഷ്യൽ, അതുപോലെ തന്നെ മോറൽ ഡെവലപ്മെന്റ്സ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ്സിൽ സംഭവിക്കുന്നത്? ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇതൊക്കെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം കേട്ടോ. പക്ഷെ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ പോയിന്റ്സുകളും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനേഷൻ ഹോൾ എത്തിക്കഴിഞ്ഞാൽ ഒരു ഭാഗം നിങ്ങൾ വിട്ടുപോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാ പോയിന്റ്സും വളരെ ഇൻഡെപ്തിലോട്ട് ഞാൻ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് നോട്ടീസബിൾ ചേഞ്ചസ് ഡ്യൂറിംഗ് അഡോളസെൻസ്. The body undergoes a rapid growth spurt with significant increase in height and weight. അല്ലെ, ഹൈറ്റിലും വെയിറ്റിലും വളരെ എനോർമസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാകും. മസിൽസ് ബിക്കം സ്ട്രോങ്ങർ, ബോഡി ഷേപ്പ് ചേഞ്ചസ് ആൻഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ്. ഓക്കെ, പ്രധാനപ്പെട്ട ഈ നമ്മുടെ മസിൽസ് ഡെവലപ്പ് ചെയ്യാനും ബോഡി ഷേപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ വളരെയധികം ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി, ഡെവലപ്മെന്റ്സ് ഉണ്ടാകാനുള്ള ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന അഡോളസെൻസ് എന്ന് പറയുന്നത്. ഇൻ ബോയ്സ് ഷോൾഡേഴ്സ് ബ്രോഡൻ, ഫേഷ്യൽ ഹെയർ ഗ്രോസ്, the voice deepens and the sperm production begins. അല്ലെ, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അവരുടെ നെഞ്ച് ഒന്ന് വിരിയാൻ, അതായത് ഷോൾഡർ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ആണ്. അതുപോലെ തന്നെ ഫേഷ്യൽ ഹെയർസ്, ഞാൻ നേരത്തെ പറഞ്ഞ താടി, അതൊക്കെ വരുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ആണ്. അതുപോലെ തന്നെ വോയിസ് കുറച്ചും കൂടി ഡീപ്പർ ആവും. അതുപോലെ തന്നെ സ്പേം പ്രൊഡക്ഷൻ ബിഗിൻ ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണ്. ഇൻ ഗേൾസ് ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, hips widen, menstruation begins and the reproductive organs mature. ഓക്കെ, ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്, ഗേൾസിൽ ഈ പറയപ്പെടുന്ന ഡെവലപ്മെന്റ്സ് അവരുടെ ബോഡിയിൽ ഉണ്ടാവുകയാണ്. ഓക്കെ, ദീസ് ചേഞ്ചസ് ആർ മെയിൻലി കൺട്രോൾഡ് ബൈ ഹോർമോൺസ് ആൻഡ് മാർക്ക് ദി ബിഗിനിങ് ഓഫ് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി. അല്ലെ, അപ്പൊ റീപ്രൊഡക്ഷന്റെ ഒരു റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അവരുടെ ബോഡിയിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതിനൊക്കെ റീസൺ എന്താണ്, ഈ ഹോർമോണിന്റെ വളരെ അധികമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഈ ഒരു സ്പെസിഫിക് സ്റ്റേജിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മെച്യൂരിറ്റി അവരുടെ ബോഡിയിലും അതുപോലെ തന്നെ അവരുടെ മൊത്തത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഫിസിക്കൽ ഡെവലപ്മെന്റ്സിൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ഫിസിക്കൽ ഡെവലപ്മെന്റ്സിൽ മനസ്സിലാക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നെക്സ്റ്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഡ്യൂറിംഗ് അഡോളസെൻസ് thinking becomes more advanced and abstract. Adolescents gradually move from concrete thinking to the ability to think logically about hypothetical situation, to solve complex problems and plan for the future. Okay, they begin to question ideas. കാരണം എന്താണ്, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മൾ പറയാണ്, അതായത് പിന്നെ റോഡിലൂടെ പോകുന്ന സമയത്ത് ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറയാണ്, ഒരു റൂളാണ്. അപ്പോ ഈ അഡോളസെൻസിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും എല്ലാ റൂൾസിന്റെയും എല്ലാ വിഷയങ്ങളുടെയും അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ള ഒരു ക്വസ്റ്റ്യനിങ് ഉണ്ടാവും. ഓക്കെ, എന്തുകൊണ്ട് ഹെൽമെറ്റ് വെക്കണം, എന്തുകൊണ്ട് മദ്യപിക്കരുത്, ഓക്കെ, എന്തുകൊണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ രാത്രി പുറത്തു പോകരുത്, അവർക്ക് എല്ലാത്തിനും ഒരു ലോജിക്കൽ ആയിട്ടുള്ള റീസൺസ് ആവശ്യം ഉണ്ടാവും. അതങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ള ചിന്താഗതിയല്ല. എല്ലാത്തിനും അവർക്ക് എന്താണ്, സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ വേണം. കാരണം അവരെന്താണ്, ഒരു വിഷയത്തെ തന്നെ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു സ്റ്റേജും കൂടിയാണിത്.
ഓക്കെ, അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുട്ടികൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഞാൻ കണ്ടെടുത്തോളം പേരൻസ് ഒക്കെ ചെയ്യുന്ന ഒരു തെറ്റാണ്. അതായത് നമ്മൾ ഒരു റെസ്ട്രിക്ഷൻസ് വെക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. എന്തുകൊണ്ടാണ് റെസ്ട്രിക്ഷൻ വെക്കുന്നത്, അല്ലെ? എന്താണ് ഇപ്പൊ രാത്രി പുറത്തു പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു കൺസേൺ പേരൻസിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന റീസൺസ് കൊണ്ടാണ് നിങ്ങളോട് പുറത്തു പോകാൻ ഈ സമയത്ത് പോകരുത് എന്ന് പറയുന്നത്, പകരം നിങ്ങൾ ഇന്ന സമയത്ത് പോകാം. അവർക്ക് എന്താണ് എപ്പോഴും ഒരു ലോജിക്കൽ ആയിട്ടുള്ള ആൻസർ അവർക്ക് നീഡഡ് ആണ്. കാരണം അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് ആണ്. ഓക്കെ, ദേ ബിഗിൻ ടു ക്വസ്റ്റ്യൻ ഐഡിയാസ്, അനലൈസ് ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് ആൻഡ് ഡെവലപ്പ് മോറൽ റീസണിങ്. അതുപോലെ തന്നെ അവരുടെ മതപരമായിട്ടുള്ള ചിന്താഗതിയൊക്കെ മാറാനുള്ള ഒരു പോസിബിലിറ്റി, രാഷ്ട്രീയപരമായിട്ടുള്ള പല ചിന്തകൾ അവരിൽ ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി, അതൊക്കെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ദർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റീസ് ഇംപ്രൂവ്, ഓൾദോ ഇമോഷണൽ സിറ്റുവേഷൻ മേ സ്റ്റിൽ ഇൻഫ്ലുവൻസ് ദർ ജഡ്ജ്മെന്റ്. അല്ല, അപ്പൊ അവരുടെ ജഡ്ജ്മെന്റിനെ ഇങ്ങനെയൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടായാൽ പോലും അവരുടെ ഇമോഷൻസ് എന്താണ് അവരുടെ ജഡ്ജ്മെന്റിനെ എഫക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന ഒരു ഫാക്ടർ ആയിട്ട് വരാനുള്ള ഒരു പോസിബിലിറ്റിയും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ഇമോഷണൽ ഡെവലപ്മെന്റ്. Adolescents experience intense emotional changes due to hormonal fluctuation and psychological growth. Okay, they may have frequent mood swings, become more sensitive to the criticism and feel confused about their emotions. Okay, ഹോർമോൺസിന്റെയും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഗ്രോത്ത് സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഫ്രീക്വന്റ് ആയിട്ട് അവർക്ക് നമ്മുടെ മൂഡ് സ്വിങ്സ് വളരെയധികം ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഭയങ്കര സെൻസിറ്റീവ് ആവും. എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം, നമ്മളൊരു ഒരു തെറ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യം അവരിൽ ഉണ്ടാവും. ഓക്കെ, ക്രിറ്റിസിസത്തിന് അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് അവർ എന്ത് ചെയ്യുന്നു, അതിനെ പെർസീവ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസിനെ പറ്റി അവർക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഞാൻ എന്താണ്, അല്ലെ, എന്റെ ലൈഫ് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആണെന്നൊക്കെ പറയും. ഓക്കെ, അത് അവരുടെ ഇമോഷൻസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. At the same time, they begin to develop a stronger sense of self, explore their identity and learn to regulate their emotions. അതിന്റെ കൂടെ തന്നെ എന്താണ്, ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ കൂടെ തന്നെ അവരെന്താണ് സെൽഫ് എക്സ്പ്ലോറേഷൻ നടത്തുന്ന ഒരു പ്രായമാണ്. അവരുടെ ഐഡന്റിറ്റി അവർ കണ്ടുപിടിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവർ മാക്സിമം ട്രൈ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കരമായിട്ട് ഒരുപാട് സംഘർഷങ്ങൾ നടക്കുന്ന ഒരു സ്റ്റേജ് ആണിത്. ഓക്കെ, their self-esteem is often influenced by body image, academic performance and relationship with family and friends. അല്ലെ, അപ്പൊ അവരുടെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീം ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുക, അവരുടെ ബോഡി ഇമേജ്, അല്ലെ, ഈ ബോഡിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സെൽഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ അക്കാഡമിക് പെർഫോമൻസ്, അക്കാഡമിക്കലി അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചില കുട്ടികളിൽ വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പും വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഓക്കെ, ഇതാണ് അപ്പൊ ഇമോഷണൽ ഡെവലപ്മെന്റിന്റെ ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്? സോഷ്യൽ ഡെവലപ്മെന്റ്. ഓക്കെ, social relationship become increasingly important during adolescence. Teenagers seeks greater independence from their parents while relying more on friends for emotional support and acceptance. അപ്പോ ഈ ഒരു സ്റ്റേജ് എത്തുന്നതോടുകൂടി അവർക്ക് പാരന്റ്സിന്റെ ഇമോഷണൽ സപ്പോർട്ട് അത്ര വേണമെന്നില്ല, പകരം അവർക്ക് ആരുടെ വേണ്ടത്, അവരുടെ ഫ്രണ്ട്സിന്റെയും അതുപോലെ തന്നെ അവരുടെ ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ അവരുടെയൊക്കെ ഒരു ഇമോഷണൽ സപ്പോർട്ടും ആക്സെപ്റ്റൻസും അവര് സീക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണിത്. Peer groups strongly influence their behavior, interest, clothing choices and decision making. Adolescents also improve their communication, cooperation, leadership and conflict resolution skills as they interact with a wider social network. അപ്പോൾ സമൂഹവുമായിട്ട് കുറച്ചും കൂടി കൂടുതൽ അവര് ഇടപെടുന്ന ഒരു പ്രായം കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ അവരിൽ ഉണ്ടാകുന്നുണ്ട്, അല്ലെ? കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ്, കോഓപ്പറേഷൻ, ആളുകളുമായിട്ട് എങ്ങനെ സഹകരിച്ചു പോകണം, അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അതുപോലെ തന്നെ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സ്കിൽസ്, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സോഷ്യലി നമ്മളെ ഇടപെടുന്ന സമയത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ഏജ് സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സോഷ്യൽ ഡെവലപ്മെന്റിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സെക്ഷൽ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, സെക്ഷൽ ഡെവലപ്മെന്റ് ഈസ് സിഗ്നിഫിക്കന്റ് ആസ്പെക്ട് ഓഫ് അഡോളസെൻസ് ആൻഡ് ബിഗിൻസ് വിത്ത് പ്യൂബർട്ടി. The reproductive organs mature and adolescents become capable of reproduction. വേണ്ടിയിട്ട് അവരുടെ ബോഡി ഫിസിക്കലി സെറ്റ് ആകുന്ന ഒരു ഏജ്, ഒരു സ്റ്റേജും കൂടിയാണ് ഈ പറയുന്ന അഡോളസെൻസ് എന്ന് പറയുന്നത്. They develop sexual feelings, become curious about relationship and may experience romantic attractions ഉണ്ടാകുന്ന ഒരു സ്റ്റേജും കൂടിയാണ്. Along with physical maturity, they gradually develop a clear understanding of their sexual identity and learn about healthy relationship and responsible behavior. അപ്പോൾ സെക്ഷലി എന്താണ് ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന ഒരു സ്റ്റേജും കൂടിയാണ് സ്പെസിഫിക് ആയിട്ടുള്ള അഡോളസെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. ഓക്കെ, വൺ ഓഫ് ദി മേജർ ഡെവലപ്മെന്റ് ടാസ്ക് ഡ്യൂറിംഗ് അഡോളസെൻസ് is developing a personal identity. Okay, adolescents try to understand who they are, what they believe and what they want
to become in the future. Already പറഞ്ഞ കാര്യമാണ്. They explore different interests, values, career goals and social roles while seeking greater independence. Okay, over time they become more self-reliant, develop confidence and establish a stable sense of identity. അല്ലെ, ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ബിലീവ് ചെയ്യേണ്ടത്. ശ്രീനിവാസന്റെ ഒരു മൂവി ഡയലോഗ് ഉണ്ടല്ലോ, നമ്മള് അല്ലെ മതവിശ്വാസി ഒരു നിരീശ്വരവാദിയാവും, നിരീശ്വരവാദി പിന്നെ ഏകദൈവ വിശ്വാസിയാകും അല്ലെ. അങ്ങനെ പല പല പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന അഡോളസെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തിൽ വിശ്വസിക്കണം എന്നുള്ളത് അവരെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ അവർക്ക് ഭാവിയിൽ എന്താകണം എന്നുള്ളതും കൂടി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ പറയപ്പെടുന്ന അഡോളസെൻസ്. അതുകൊണ്ട് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, ഐഡന്റിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ അധികം ഉണ്ടാകുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ പറയുന്ന അഡോളസെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നതാണ് മോറൽ ഡെവലപ്മെന്റ്. ഓക്കെ, അഡോളസെൻസ് ഡെവലപ്പ് എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് മൊറാലിറ്റി ആൻഡ് എത്തിക്സ്. They move beyond simply following rules to avoid punishment and begin to think about fairness, justice, rights and responsibilities. അല്ലെ, ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റമാണ്. ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കരമായിട്ട് നീതിബോധമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ, ഞാനിപ്പോ ആസ് എ ഫാക്കൽറ്റി, ഞാനിപ്പോ ഒരു ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും. ഇപ്പോ ഈ പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ട് ശരി എന്താണ് തെറ്റെന്താണ് നമ്മൾ ചിന്തിക്കാത്ത രീതിയിലൊക്കെ അവര് മൊറാലിറ്റിയെ പറ്റി ചിന്തിക്കുന്നുണ്ട്, ജസ്റ്റിസിനെ പറ്റി, നീതിബോധത്തെ പറ്റി അല്ലെ, ഒരു സിറ്റിസൺസിന് കിട്ടുന്ന റൈറ്റ്സിനെ പറ്റിയൊക്കെ നമ്മൾ ചിലപ്പോൾ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ അറിയാത്തതാണ്. നമ്മൾ കുട്ടികളോട് ശരിക്കും, അതായത് ഒരു രാജ്യത്ത് ഒരു സിറ്റിസന് വേണ്ടുന്ന റൈറ്റ്സുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രയും, അതായത് മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഡെവലപ്മെന്റ്സ് നടക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ്. കാരണം ടെക്നോളജി, സോഷ്യൽ മീഡിയ ഒക്കെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളെ പറ്റിയും ശരി എന്താണ് തെറ്റെന്താണ്, ഫെയർനെസ്, ജസ്റ്റിസ്, റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് അഡോളസെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ ക്വസ്റ്റ്യൻസ് സോഷ്യൽ നോംസ്, ഫാമിലി ട്രഡീഷൻ ആൻഡ് കൾച്ചറൽ ബിലീഫ്സ് വൈൽ ഫോമിംഗ് ദെയർ ഓൺ മോറൽ വാല്യൂസ്. അല്ലെ, ഒരുപാട് കാര്യങ്ങളോട് ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെ, ഈ ഫാമിലി ട്രഡീഷൻസ് അല്ലെ, എന്തുകൊണ്ടാണ് അതന്നെ ഫോളോ ചെയ്യേണ്ട ആവശ്യം, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൂടെ. അതുപോലെ തന്നെ സോഷ്യൽ നോംസിനെ ചോദ്യം ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരുപാട് കൾച്ചറൽ ബിലീഫ്സിനെ ചോദ്യം ചെയ്യും. ഓക്കെ, ദിസ് ഹെൽപ്സ് ദം മേക്ക് ഇൻഡിപെൻഡന്റ് റെസ്പോൺസിബിൾ ഡിസിഷൻസ് ഇൻ അഡൾട്ട്ഹുഡ്. അല്ല, അപ്പൊ ഇതൊക്കെ ഒരു പ്രോസസ് ആണല്ലോ. ഒരു മനുഷ്യനെ നമ്മളാക്കി മാറ്റുന്ന, ശ്രീനിവാസന്റെ സെയിം ഡയലോഗാണ്, നമ്മളാക്കി മാറ്റുന്ന ഒരു വലിയ പ്രോസസ്സാണ് ഈ അഡോളസെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കഴിയുന്നതിലൂടെ അവർക്ക് ഒരു അഡൾട്ട്ഹുഡ് എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനുള്ള ഒരു എൻട്രൻസ് എക്സാം ആയിട്ട് അഡോളസെൻസ് എന്ത് ചെയ്യാണ്, അവിടെ വർക്ക് ചെയ്യാണ്. ഫൈൻ, ഇതാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ്. ഏതെങ്കിലും ഭാഗത്ത് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐ വിൽ റെക്കമെൻഡ് യു ടു ജോയിൻ അവർ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഫൈൻ, സോ ഐ വിൽ ബി ദർ. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. യാ, so that's all about today's session. So we'll see you in the next video. Till then, bye and thanks everyone.